ഈ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ സന്തോഷപ്രദമായ ഒരാഴ്ചയായി മാറാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ, അരിസോണ എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിൽ സൗത്ത് ഏരിയയിലുള്ളതായ, മെക്സിക്കോയുടെ ബോർഡറിൽ ഉള്ളതായ ഒരു സ്ഥലമാണ് അരിസോണ. ഏകദേശം 1/3 മരുഭൂമിയായി തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. മരുഭൂമിയെ മലർവാടിയാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം വാസ്തവത്തിൽ അരിസോണയിൽ കഴിഞ്ഞ ആഴ്ച കാണാനിടയായി. കാരണം നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ആഗോള അടിസ്ഥാനത്തിൽ സ്തെഫാനസിനെ പോലെ രക്തസാക്ഷിയായി മാറിയ ചാർലി ക്രിക്ക്, കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസ് മെമ്മോറിയൽ അരിസോണയിൽ വെച്ചാണ് നടത്തിയത്. ആ ഫ്യൂണറൽ സർവീസിനെ കുറിച്ച് അവിടെ പലരും പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് എ മെമ്മോറിയൽ സർവീസ്, ഇറ്റ്സ് എ മീറ്റിംഗ് ഓഫ് റിവൈവൽ. ഇതൊരു ഉണർവ് യോഗത്തിൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ യോഗത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ആൾ അദ്ദേഹത്തിൻ്റെ മിസ്സസ് എറീക്ക. കാരണം അവർ തൻ്റെ ശത്രുവിനോട് ക്ഷമിച്ചു കൊടുത്തു. അവർ ഹൃദയ വികാരതയോടെ തൻ്റെ ഭർത്താവിനെ കൊന്ന ആ ഘാതകനോട് പറഞ്ഞു, നീ ഒന്നും അറിയുന്നില്ല, നീ എൻ്റെ ഭർത്താവിനെയാണ് കൊന്നത്. പക്ഷേ അദ്ദേഹം കൊളുത്തി വെച്ച വിളക്ക്, വെളിച്ചം, ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ തീ, അത് നീ കത്തിക്കുകയായിരുന്നു. അതായത് ഒരു വലിയ എണ്ണ ടാങ്കിലേക്ക് തീ പായിച്ചു കഴിഞ്ഞാലുള്ള കത്തൽ. വാസ്തവത്തിൽ അതാണ് ഇന്നലെ അവിടെ കാണാനിടയായത്. അപ്പോൾ ക്ഷമിച്ചു കൊടുക്കുന്ന വലിയൊരു സത്യം. അവർ പറഞ്ഞതിങ്ങനെയാണ്, ക്രൂശിൽ എൻ്റെ അരുമനാഥൻ രക്ഷകനായ യേശു ക്രിസ്തു, അത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഫാദർ forgive them, for they know not what they do. അവർ ചെയ്തറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വചനമായി ലോകം മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ, ആ മെമ്മോറിയൽ സർവീസ് അല്ലെങ്കിൽ ആ റിവൈവൽ മീറ്റിങ്ങിൽ ലക്ഷങ്ങൾ അവിടെ സംബന്ധിച്ചു. 10 കോടിയിലധികം ഈ ടെലിവിഷനിൽ കൂടെ, ചാനലിൽ കൂടെയൊക്കെയും ആൾക്കാരത് കണ്ടുകൊണ്ടിരുന്നു. 10 കോടി അമേരിക്കക്കാർ. ചിന്തിച്ചു നോക്കിയേ, 10 കോടി മനുഷ്യരെ ഒരു സുവിശേഷ യോഗം, അതും വളരെ മനോഹരമായ. ഞാൻ ഈ എറീക്കയെ പറ്റി പറയുന്നതിന് മുമ്പ് എൻ്റെ ഒരു പശ്ചാത്തലം പറയാം. വളരെ മനോഹരമായൊരു സുവിശേഷ യോഗം. അതിൽ ചിലർ ഉപയോഗിച്ച ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ടതും അനേകർക്കത് പ്രയോജനമായെന്ന് പറഞ്ഞ് പുതിയ ആളുകൾ എന്നെ വിളിക്കാനിടയായി. ഞങ്ങൾ പോലും ഇത്രയും അത്ഭുതമേറിയ കാര്യം ഇതിനകത്തുണ്ട് എന്ന് അമേരിക്കയിൽ നിന്ന് പോലും ചിലർ പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ഈ ചാർലി ക്രാക്കിൻ്റെ കുറിച്ച് ദൈവത്തിന് ഇത്രയും ഉദ്ദേശമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ ഇടയായതെന്ന് പറയാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ നടന്ന ആ മീറ്റിങ്ങിൽ നമുക്കറിയാം, ഈ അരിസോണ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, മെക്സിക്കോയോട് ചേർന്ന് കിടക്കുന്ന, പണ്ട് തെക്കുന്ന് വരുന്ന മയക്കുമരുന്നിൻ്റെ ഒരു ആസ്ഥാനമായിരുന്നു. അവിടെയാണ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ വലിയ മതിൽ, കൂറ്റൻ മതിലൂടെ ഉണ്ടാക്കിയത്. അത് ഈ പറഞ്ഞ മറ്റൊരു ഭാഗം മനുഷ്യർക്ക് പ്രവേശിക്കാൻ തടസ്സമായ കാര്യങ്ങളൊക്കെയും പോപ്പെന്ന് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ബ്രേക്ക് ഇടുവാനും അരിസോണയെ ഒരു മനോഹരമാക്കി തീർക്കുവാൻ താൻ ആഗ്രഹിച്ചു. 2-ാം പ്രാവശ്യം ദൈവം അതിന് ആമേൻ പറഞ്ഞു. അപ്പോൾ ഈ ട്രംപിനെ 2 പ്രാവശ്യം വെടിവെച്ച് കൊല്ലാൻ സാത്താൻ പരിശ്രമിച്ചെങ്കിലും ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, പീറ്റർ ഹെക്സ് പറഞ്ഞത്, അദ്ദേഹമാണ് സെക്രട്ടറി, ഈ സമയത്തിന് വേണ്ടിയാണ്, അതായത് ഇങ്ങനെയൊരു മൂവ്മെൻറ്റ് ദൈവം തന്നെ പ്രിസർവ് ചെയ്തത്. നോക്കണം, ദൈവം തന്നെ സൂക്ഷിച്ചത് ഇങ്ങനെ ഒരു ആത്മീയ രാജ്യം വീണ്ടും, അതായത് നശിച്ചു പോയ മയക്കുമരുന്നിൻ്റെയും പ്രീസെക്സിൻ്റെയും അബോർഷൻ്റെയും അല്ലെങ്കിൽ
ഹോമോസെക്സ്വാലിറ്റിയുടെയൊക്കെയും കേളിരംഗമായി മാറിക്കൊണ്ടിരുന്ന അമേരിക്കയെ വീണ്ടും മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അമേരിക്കയായിട്ട് മാറ്റുക. പണമില്ലാഞ്ഞിട്ടല്ലല്ലോ, ജോലിയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ യഥാർത്ഥമായ സത്യം നഷ്ടപ്പെട്ടു പോയി. യേശു ക്രിസ്തുവും ദൈവരാജ്യവും അമേരിക്കയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരുന്ന സമയത്തിൽ വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരാൻ ഒരു പ്രവാചകനായി, ഒരു സ്നാപയോഹനായി ദൈവം എഴുന്നേൽപ്പിച്ച മനുഷ്യനാണ് ഈ ചാർലി ക്രിക്ക് എന്നാണ് അവിടുത്തെ സംഭാഷണങ്ങളെല്ലാം തെളിഞ്ഞു വന്നത്. വാസ്തവത്തിൽ അങ്ങനെയായിരുന്നു. തൻ്റെ 21-ാമത്തെ വയസ്സിൽ താൻ സുവിശേഷ പ്രവർത്തനം, പക്ഷേ നമ്മൾ പറയുന്നതിനേക്കാൾ ഒരു വ്യത്യസ്തത ഇതാണ്. താൻ പറഞ്ഞത് ഈ സുവിശേഷം 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ജീസസ് ക്രൈസ്റ്റ്, ഒന്ന് പേഴ്സണൽ ലൈഫ്. ഒരു പേഴ്സണൽ ലൈഫിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഫെയ്ത്ത് ആവശ്യം. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, അങ്ങനൊരു വാക്യമുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വാസമായിരിക്കും. ഏതെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ചാൽ അതെല്ലാം അവസാനം മരീചികയായി പോകും. നമുക്കറിയാം, മതം പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചത് പരിഹസിച്ച് വിടുകയാണ് ചെയ്തത്. ക്രിസ്തീയ മതത്തിൽ പോലും പരിഹാസമായി തീർന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ജീസസ് കാലാകാലങ്ങളെ ജയിച്ചുകൊണ്ട് അവനിന്നും രാജാതിരാജാവും കർത്താവും ലോർഡ് ഓഫ് ദി ലോർഡായിട്ട് ഇന്നും നിൽക്കുകയാണ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നവോത്ഥാനവും നവീകരണവും ഉണ്ടാകും. അവരാണ് കാരണഭൂതൻ. അതാണ് ആ സത്യമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മെമ്മോറിയൽ സർവീസിൽ ആദ്യമായിട്ട് ട്രംപിൻ്റെ വാക്കിതാണ്, മഹാനായ ചാർലി. മഹാനായ ചാർലിയായി മാറിയത് എങ്ങനെയാണ്? ഇല്ലിനോയ്സിലെ ചിക്കാഗോയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു പയ്യൻ മഹാനായി മാറി. എങ്ങനെ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, പേഴ്സണൽ സേവിയറായിട്ട് ജീവിച്ചപ്പോൾ. അപ്പോൾ ആ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വ്യാപിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. താൻ യേശുവിനെ സാക്ഷിച്ചു. അപ്പോൾ തൻ്റെ പോളിസി ഇതായിരുന്നു, 3 F. 3 ഇംഗ്ലീഷ് ഭാഷയിലെ F ആണ് താൻ ഉപയോഗിച്ചത്. ഒന്ന് ഫെയ്ത്ത്, ഇൻഡിവിജ്വൽ ക്വാളിറ്റിയിൽ നമ്മളൊരു സ്പിരിച്വലായി മാറണം. നമ്മൾ ഈ ശാരീരികമായ കുറേ വേഷം കാണിച്ചുകൊണ്ടോ വസ്ത്രം ധരിച്ചുകൊണ്ടോ ഫുഡ് കഴിച്ചുകൊണ്ടോ ഒന്നും ജീവിതം, അവസാനം അതെല്ലാം പ്രാകൃതവും പൈശാചികമായി അമേരിക്ക യൂറോപ്പെല്ലാം മാറുന്നു. എല്ലായിടും ഉണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ നാടുമെല്ലാം അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സാത്താൻ്റെ പ്രവൃത്തി. അതിനൊരു അധികാരികളെയോ മറ്റൊരാൾ വിമർശിച്ചിട്ട് കാര്യമില്ല. ഒരു അധികാരം മാറി മാറ്റം ഇവിടെ വന്നാലും വ്യവസ്ഥിതി മാറത്തില്ല. വ്യക്തികൾ മാറിയാലും വ്യവസ്ഥിതി മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റുകൾ മാറിക്കൊണ്ടിരിക്കണം. ഈ ലോകത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റുകളാണ്, അല്ലെങ്കിൽ ആത്മാവ്. ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആകാശത്തിൽ 4 കാറ്റുകൾ സമുദ്രത്തിന് നേരെ അടിക്കുന്നത് കണ്ടു. അപ്പോൾ 4 മൃഗങ്ങൾ, 4 സാമ്രാജ്യങ്ങൾ ഉരുവായി വരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഈ പറഞ്ഞ കാര്യങ്ങളെ നശിപ്പിക്കുന്ന സ്പിരിറ്റുകൾ ലോകത്തിൽ സാത്താൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. 70-ൻ്റെ ആരംഭ സമയങ്ങളിൽ നമുക്കറിയാം, ഹിപ്പീസ് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാനും ആ കാലത്തിലൊക്കെ മുടിയൊക്കെ വളർത്തി ചെറിയൊരു ഹിപ്പിയൊക്കെ ആയിട്ട് നടത്താൻ ആഗ്രഹിച്ചാണ്. അപ്പോൾ അത് അമേരിക്കയാണ് ഏറ്റവും ആദ്യം ഏറ്റുകൊള്ളുന്നത്. ഏത് കാര്യങ്ങളും അമേരിക്കയിൽ വളരെ ഫ്രീഡം ഉള്ളതുകൊണ്ട് അവരേറ്റുകൊള്ളും. അങ്ങനെ ഹിപ്പീസത്തിൻ്റെ ഒരു നാടായി മാറി അതിൽ നിന്ന് കൺവെർട്ട് ചെയ്താണ് ഈ പറഞ്ഞ മയക്കുമരുന്ന് ഇന്നത്തെ കാണുന്നതായ ഈ സ്വാതന്ത്ര്യ ലൈഫ്. ഇതൊരു സ്വാതന്ത്ര്യമാണെന്ന് പലപ്പോഴും ചിന്തിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ ക്യാമ്പസിൽ പല ക്യാമ്പസ് തോറും കയറി ഇറങ്ങിയ ഒരു അധ്യാപകരും ചിലരും ചേർന്ന് അവർ നടത്തിയതിൽ ഇന്നൊരു 60% ആളുകളും ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കല്യാണം വേണ്ട, അതൊരു അടിമത്തരമാണ്. കല്യാണത്തിൻ്റെ ആവശ്യമില്ല, സ്വതന്ത്രമായി ജീവിക്കണം. പിന്നീട് അങ്ങനെ കല്യാണം കഴിക്കാതെ തന്നെ ലിവിങ് ടുഗദറായിട്ട് ആവശ്യമുള്ള താല്പര്യമുള്ളവരോട് കുറച്ചാൾ ജീവിക്കുക, ഇല്ലെങ്കിൽ വിട്ടിട്ട് പോവുക. പക്ഷേ അങ്ങനെയൊക്കെ ആ അധാർമികമായ ജീവിതം ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം വെസ്റ്റിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏതൊരു ആക്ഷനും ഒരു റിയാക്ഷൻസ് ഉണ്ട്. വ്യവസ്ഥയില്ലാത്ത ഏതൊരു ജീവിതവും, ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം, കണ്ടീഷൻ ഇല്ലാത്ത ജീവിതത്തിനെല്ലാം തിരിച്ചൊരു റിയാക്ഷൻസ് ഉണ്ടാകും. അതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന പെനാലിറ്റി. അവരുടെ വിഭ്രമത്തിന് യോഗ്യമായ ശിക്ഷ അവിടെ തന്നെ കിട്ടും. അതിന് ദൈവമൊന്നും അനങ്ങണമെന്നില്ല. ഏതൊരു പ്രവൃത്തി നമ്മളൊരു കാര്യം ബുദ്ധിയില്ലാതെ ചെയ്താൽ അതിന് റിയാക്ഷൻസ് എന്താ? കടഭാരവും കയറി അവസാനം ആത്മഹത്യ ചെയ്തില്ലേ? അതിന് വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു യൗവനകാലത്തിൽ ഇതൊക്കെ സ്വാതന്ത്ര്യമാണെന്ന് മനുഷ്യർക്ക് തോന്നും. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ താണ്ടി ജീവിക്കുമ്പോൾ സ്വാതന്ത്ര്യം പോലെ തോന്നാം.
പക്ഷെ അവസാനം ആത്മാവിൻ്റെ ഒരു നിർവൃതി വേണ്ടേ? കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഈ ആത്മാവും ശരീരവും ജീവനും എന്താ? ശരീരം നമുക്കറിയാം ഇത് തന്നെ. ആ ശരീരം എന്നൊരു കൂടാണ്. അതിൽ വസിക്കുന്ന രണ്ട് കാര്യങ്ങളൊന്ന് സോൾ. ആ സോളിനെ നമുക്ക് ജീവനായിട്ട് പറയാം. അപ്പോൾ ലാസറിൻ്റെ കുടുംബത്തെ നോക്കിയാൽ മാർത്ത, മറിയ, ലാസർ. അപ്പോൾ മാർത്ത എന്ന് പറയുന്നത് ആക്റ്റീവ് മെമ്പറാണ്, എപ്പോഴും ആക്റ്റീവാണ്. അവൾക്ക് ആത്മീയ കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളില്ല, ഭൗമിക കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ശരീരം ആക്ട് ചെയ്യുന്നത് മാർത്ത. പക്ഷെ മറിയ എപ്പോഴും ദൈവസന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള വചനം പഠിച്ചുകൊണ്ടിരുന്നു. അത് സ്പിരിച്വൽ, അത് ആത്മാവ്. പക്ഷേ ഇതിനിടയ്ക്ക് ലാസർ അണ്ടർസ്റ്റുഡാണ്. ലാസറിനുള്ള റോളൊന്നുമില്ല. പക്ഷേ ലാസർ റോളില്ലെങ്കിൽ തന്നെ 11-ാം അധ്യായത്തിലേക്ക് 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വീടും ചെയ്തു. മാർത്തയും ഡൗണായി, മറിയയും ഡൗണായി. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ രണ്ടിലും നമ്മൾ എക്വിപ്പ് ചെയ്യുന്നതാണ് ഈ സോൾ. അതിന് പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി ഉരുവാക്കുന്നതിന് സ്പിരിറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മനുഷ്യന് ഓൾറെഡി ഒരു സ്പിരിറ്റ് ഉണ്ട്, ജന്മന അവൻ്റെ സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കണമെങ്കിൽ, ഒന്നുകിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവ്. അത് കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൽ വിസ്താരമായി പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവിനോട് ചേർന്നാണ് നമ്മുടെ ബന്ധമെങ്കിൽ അവൻ ലോകത്തിൻ്റെ മനുഷ്യനെ പോലെ ആക്കും. അങ്ങനല്ലേ? താതാപുത്രി എന്ന് പറഞ്ഞ പോലെ മുല്ലപ്പൂ പിടിയേറ്റ് കിടക്കും, കല്ലിനുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ദുഷ്ടാത്മാവിനോട് ചേർന്നാണ് നമ്മുടെ വാസമെങ്കിൽ അവൻ മയക്കുമരുന്നിലേക്ക്, കള്ളുകുടിയിലേക്ക്, ലിവിങ് ടൂതറിലേക്ക് കൊണ്ടുപോയി അവസാനം രോഗിയായി, ശരീരം ആരോഗ്യം നഷ്ടപ്പെട്ടു, പ്രാകൃതമായി, തന്നോട് തന്നെ വെറുപ്പ് തോന്നി, മറ്റുള്ളവരെ വെറുക്കാൻ തോന്നും. അപ്പോൾ ചിലർ ആരെങ്കിലും കൊല്ലാൻ തോന്നും, ഇല്ലെങ്കിൽ ആത്മഹത്യ. ഇതെല്ലാം ഇപ്പോൾ നടക്കുന്നേ. അപ്പോൾ അതൊരു ഫെയിലിയർ കേസാണെന്നാണ് ചാർലി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ചാർലി പറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയണം. പക്ഷേ അമേരിക്കയിലെ യുവജനങ്ങൾക്ക് ആദ്യം ഒരു സർപ്രൈസായി, ഇവരെന്തോ വട്ടാണോ? കാരണം 3 കാര്യങ്ങൾ. ഒന്ന്, പേഴ്സണൽ ലൈഫിൽ ദൈവത്തിലെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം. അതാണ് ടേണിംഗ് പോയിൻറ്റ്. താനും മറ്റെല്ലാം ഉണ്ടാക്കിയാണ് ടേണിംഗ് പോയിൻറ്റ്. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടേൺ അവേ ഫ്രം യുവർ സിൻ. അപ്പോൾ പാപത്തിൽ നിന്നുള്ള വിടുതൽ, അതാണ് ഏറ്റവും ഫസ്റ്റ്. അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മളിനി വ്യാപിച്ചുകൊണ്ടിരുന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ട് വന്നത്. അതുകൊണ്ടല്ലേ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. അപ്പോൾ ആ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് മാനസാന്തരത്തെ കാണിക്കുന്നു. അതാണ് ഫെയ്ത്ത്. ഏത് ഫെയ്ത്ത് ആയിരിക്കണം? ഒറിജിനൽ, യഥാർത്ഥ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അത് പൗലോസും പറയുന്നു. ആ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവമായിട്ട് ടൈപ്പ് ഉണ്ടാകും, ഒരു കൊലാബറേഷൻ. ഉദാഹരണം പറഞ്ഞാൽ പത്രോസ് തൻ്റെ അടിയും തന്നിഷ്ടക്കാരനും ആരോഗ്യവാനും ആരെയും കൂസലാക്കാത്തൊരു മനുഷ്യനായിരുന്നു പത്രോസ്. ആ പത്രോസ് കടപ്പുറത്ത് കിടന്ന് അവസാനം ജീവിതം ഫെയിലറായി. നോക്കണം, എത്ര മിടുക്കരായാലും ഫെയിലറാകുന്നൊരു ദിവസം വരും. ഒരു കാര്യം നീ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ വിചാരിച്ചോണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയേഴ്സ് വരുമ്പോൾ, ആ തോൽവിയുടെ സമയത്ത് വരുമ്പോൾ എന്ത് ചെയ്തോണം? നിങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരാളുണ്ട്, അല്ല നിങ്ങളെ സഹായിപ്പാൻ ഒരാളുണ്ടെന്നുള്ളൊരു അറിവ് ഉണ്ടാകണമെങ്കിൽ അതാ പറയണ്ടേ. ഇപ്പം നല്ലൊരു ഡോക്ടറിൻ്റെ അടുത്തുണ്ട്, വെല്ലൂരിലെ ഒരു കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ചെറിയാൻ സാറുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ഒന്നും വേണ്ടല്ലോ. 1-ാം മൈലിലെ മീൻകടയിലെ നല്ല ഫ്രഷ് മത്തി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഏതാ ഇപ്പം പിടിച്ച മത്തി, ഐസില്ലാതെ മത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെല്ലും, കാരണം അത് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇതിനെ അറിയിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ സുവിശേഷം എന്ന് പറയുന്നത് ഒരു കടമ കൂടിയാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വെറ്ററിനറി ഡോക്ടർ താനിങ്ങനെ രാവിലെ ജോക്കിങ്ങിന് പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു പട്ടി, ഒരു നായ, അതിൻ്റെ കാലെല്ലാം വ്രണം വെച്ച് പുഴു കയറി ഇങ്ങനെ അസ്വസ്ഥമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വെറ്ററിനറി ഡോക്ടറാണെന്ന് പറയുന്നില്ല. ഈ നായ പോകുന്നവരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഹെൽപ്പിന് വേണ്ടി, സഹായിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഈ വെറ്ററിനറി ഡോക്ടർ ആയതുകൊണ്ട് തനിക്കറിയാം, താൻ ഈ നായ എടുത്തുകൊണ്ട് പോയി തൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ച് അത് കെട്ടിക്കഴുകി റെഡിയാക്കി ആ നായ എന്ത് ചെയ്തു? അതിനെ വിട്ടു. അപ്പോൾ നായ അവിടെ പരിചയമായില്ലേ? ഈ നായ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് ഈ നായ ഈ ഡോക്ടറുടെ കഥയൊക്കെ മാന്തുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പം ഈ നായ ചേട്ടാ ഇവൻ ശല്യമായല്ലോ എന്ന്. എന്നാൽ ഡോക്ടറിൻ്റെ ഈ ട്രൗസറല്ല പാൻറ്റിൻ്റെ അടുത്ത് കടിച്ച് പോവുക. അപ്പോൾ ഡോക്ടർക്ക് എന്തിനാണ് ഇവന് ചെയ്യുന്നത്? നോക്കുമ്പോൾ തൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഇതുപോലെ അവശയായി കിടക്കുന്ന ഒരു നായം കൊണ്ട് വന്നിരിക്കുകയാണ്. നോക്കണം, നായയുടെ അറിവ് നോക്കിയേ. ഈ ഡോക്ടറാണ് എന്നെ രക്ഷിച്ചത്, എന്നെ സഹായിച്ചപ്പോൾ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ള അറിവ് ഒരു നായ്ക്ക് കിട്ടിയപ്പോൾ, തൻ്റെ ഒരു നായ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ അവനെ ഈ ഡോക്ടറിലേക്ക് കൊണ്ടു. ആ ഡോക്ടർ കണ്ണ് നിറഞ്ഞു പോയി. ആ നായെ
ആദ്യം വന്ന നായയെ ഡോക്ടർ തൻ്റെ വീട്ടിൽ തൻ്റെ സ്വന്തം നായായിട്ട് വളർത്താൻ തുടങ്ങി. ഈ നായയുടെ ആത്മാർത്ഥമെങ്കിലും നമുക്ക് വേണ്ടേ? നമ്മളെപ്പോലുള്ള സമൂഹജീവികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അവരെ യഥാർത്ഥ രക്ഷകനിലേക്ക് നടത്തുന്ന ചുമതല നമുക്കില്ലേ? ഇന്ന് കേരളത്തിലെ TPM-കാർ ഉൾപ്പെടെ എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? ഇന്ന് നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ വീട്ടിൽ പറയുന്നെങ്കിൽ നിങ്ങൾ ആരോട് പറയുന്നു? നിങ്ങൾക്ക് നന്ദി വേണ്ടേ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എല്ലാ വിശ്വാസികളും ക്രിസ്ത്യാനികളും ഓർക്കേണ്ട കാര്യമാണ്. പണ്ട് നമ്മുടെ തറയിൽ ബിഷപ്പ് തോമസ് ബിഷപ്പ് ചേരാശ്ശേരിലെ ഞങ്ങളുടെ നാട്ടുകാരനാണ്. അത് ഒരു ദിവസം പരസ്യമായി പറഞ്ഞു, താൻ തിരുവല്ലയിൽ കൂടെ പോകുന്ന സമയത്ത് നല്ല ചെറുപ്പക്കാരായ കുട്ടികൾ, ചെറുപ്പക്കാരോട് ഫ്ലെക്സ് ബോർഡ് ജീസസ് സേവ്സ്, ജീസസിൻ്റെ രക്തം വാഷ് അവേ യുവർ സിൻ എന്ന് പറഞ്ഞൊക്കെ എഴുതിയ ബോർഡ് പിടിച്ചുകൊണ്ട് ആ പരസ്യമായിട്ട് കവല നിൽക്കുകയാണ്. SC ജംഗ്ഷനിൽ നിന്ന് മണിക്കൂറുകൾ, ഒരുപാട് സമയം അവർ നിൽക്കുക. പുള്ളി ഒരാൾ വിളിച്ച് എത്ര സമയമായെന്ന് ചോദിച്ചു. 2 മണിക്കൂറായിട്ട് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താൻ ചിന്തിച്ചു, ഇത് പെന്തിക്കോസ്റ്റുകാരാണ്, ഇത് വെള്ളവസ്ത്രം. ഇപ്പോൾ പുള്ളി തൻ്റെ സമൂഹത്തിൽപ്പെട്ട പ്രസംഗത്തിൽ കാത്തലിക്സിനോട് പറഞ്ഞാണ്, എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിൽ ഒരൊറ്റ കത്തോലിക്കും കാണത്തില്ല അന്നത്തെ കാര്യമാണ്. പക്ഷേ കരിസ്മാറ്റിക് ഒന്നുകൂടി കത്തോലിക്കിൽ ഉണരാൻ തുടങ്ങി. നോക്കണം. അപ്പോൾ ദൈവസ്നേഹം വരുമ്പോൾ അതാണ് യേശു നിന്നെപ്പോലെ നിൻ്റെ അല്ലെങ്കിൽ അയലോക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഒന്നാമത് നിത്യരക്ഷ കൊടുക്കുക. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ദാനധർമ്മം കൊടുത്തെന്ന് വരും, ഇഷ്ടദാനജലം കൊടുത്തു. പക്ഷേ നമ്മുടെ സ്വന്തം അവകാശം കൊടുക്കണമെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇതാണ് ചെറുപ്പത്തിൽ ചാർലി കിർക്കിൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ സധൈര്യം പരസ്യമായി, കാരണം സാത്താൻ്റെ കസ്റ്റഡിയിൽ കിടന്ന അമേരിക്കയിലെ യുവജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി താനിങ്ങനെയുള്ളതായ ക്യാമ്പസ് മീറ്റിംഗ് എല്ലാം നടത്താൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ക്യാമ്പസ് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ഈവിൾ സ്പിരിറ്റ് പ്രോസസ് ചെയ്തായ കുട്ടികൾ ഒരുപാടില്ലേ? അവരിദ്ദേഹത്തെ പരസ്യമായി ആക്ഷേപിക്കാനും ചില വികൃതികളെ കാണിക്കുന്ന ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പുള്ളി ധൈര്യമായിട്ട് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം ശരിപ്പെടുകയുള്ളൂ വളരെ ശക്തിയോടെ. അമേരിക്കയിൽ 50 സ്റ്റേറ്റിലെ പല ക്യാമ്പസുകളിൽ താൻ 10 വർഷമായിട്ട്, നമുക്കറിയാം നമ്മുടെ കർത്താവ് 3.5 വർഷമേ വേല ചെയ്തുള്ളൂ. 33 വയസ്സിൽ മരിച്ചു. അത് മതിയായിരുന്നു. പക്ഷേ കർത്താവ് ഈ ചാർലി ക്രിക്കിനെ കൊണ്ട് 10 വർഷം രാത്രി പകല്. അപ്പോൾ തൻ്റെ പോളിസിയിൽ ഞാൻ പറഞ്ഞില്ല, 1 പേഴ്സണൽ ലൈഫിൽ ഈ രക്ഷയെ പ്രാപിക്കുക, അതിന് ഫെയ്ത്ത് ആവശ്യമാണ്. 2 ഫാമിലി. നോക്കണം എത്ര കറക്റ്റാണ്. നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം ഇതോ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വലി നാം നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം നന്നാകത്തുള്ളൂ, കുടുംബം നന്നായെങ്കിൽ മാത്രമേ സൊസൈറ്റി നന്നാകത്തുള്ളൂ, സൊസൈറ്റി നന്നായെങ്കിൽ മാത്രമേ രാജ്യം നന്നാകത്തുള്ളൂ, രാജ്യം നന്നായെങ്കിൽ മാത്രമേ രാഷ്ട്രങ്ങൾ നന്നാകത്തുള്ളൂ. ഇതല്ലേ കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം മുഴുവൻ ഇൻഡിവിജ്വലാണ്, പേഴ്സണലാണ്. അത് പ്രായോഗികമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ചേഞ്ച് വരും. അതിനപ്പുറത്ത് ആരും കാണിച്ചില്ലല്ലോ. ഈ മതവെറിയെല്ലാം കൊണ്ട് നടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുക, യേശു ക്രിസ്തു കാണിച്ചത് ഒരു മതത്തിൻ്റെ ആളായിട്ടല്ലല്ലോ. അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ മതമാണ് യഹൂദ മതം. അതിനെ താൻ പരസ്യമായി ഖണ്ഡിച്ചുകൊണ്ടാണ് മതമല്ല രക്ഷിക്കുന്നത്. യേശുവിന് മതമില്ല, ക്രിസ്തു മതം യേശുവിനില്ല. നോക്കുക, യേശു ക്രിസ്തു ഒരു മാർഗം മാത്രമാണ്, വഴി സത്യം ജീവൻ. അപ്പോൾ ശരിയായ വഴിയും സത്യവും ജീവനും യേശു കാണിച്ചു തന്നു. ഈ സത്യമാണ് 21-ാമത്തെ വയസ്സിൽ ചാർലി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അപ്പോൾ അതിനെപ്പറ്റി അമേരിക്കയിലെ മുൻ പ്രസിഡൻ്റായിരുന്ന 62-ൽ വെടിയേറ്റ് വന്ന JF കെന്നഡി, അദ്ദേഹത്തിൻ്റെ മകൻ റോബർട്ട് കെന്നഡി ഇന്ന് ട്രംപിൻ്റെ മിനിസ്ട്രിയിലെ ഹെൽത്ത് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ മകൻ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിച്ചുപോയി, തൻ്റെ അമ്മ ജാക്ലിൻ കെന്നഡി. അപ്പോൾ അദ്ദേഹം യേശുവിനെ പറ്റി യേശുവിനെ പറ്റിയും ചാർലിയെ പറ്റിയും സാക്ഷി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ നോക്കണം, ഈ സത്യങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആയിരങ്ങൾ. നോക്കണം, ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ അവസാനിപ്പിക്കുക, ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണമില്ല, മടുത്തില്ലേ? കഞ്ചാവ് വലിച്ചിട്ട് ഗുണമുണ്ടോ? കള്ളു കുടിച്ചിട്ട് ഗുണമുണ്ടോ? പാപം ചെയ്ത് ലിവിങ് ടുഗദർ പല സ്ത്രീകളോടും പല ആണുങ്ങളോടും ജീവിച്ച് മഹാരോഗങ്ങൾ കയറി പിടിക്കുകയല്ലേ? ഇതാണോ ലൈഫ്? യഥാർത്ഥ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന്
ധൈര്യത്തോടെ പ്രസംഗിച്ചപ്പോൾ ആയിരക്കണക്കിന് പതിനായിരങ്ങൾ മുന്നോട്ട് വന്നു. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ തൻ്റെ ഫ്യൂണറൽ സർവീസിന് പങ്കെടുക്കാനിടയായത്. അപ്പോൾ അവിടെ വെച്ച് അവർ പ്രതിജ്ഞ ചെയ്തു. എന്താ? ഞങ്ങൾ ചാർലിക്ക് പകരം ഞങ്ങൾ മുന്നോട്ടിറങ്ങും. അത് വലിയ തുടക്കമാണ്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഫ്യൂണറൽ സർവീസിൻ്റെ ഇംഗ്ലീഷ് ആണെങ്കിലും, ഇംഗ്ലീഷ് അറിയാവുന്ന പിള്ളേരുണ്ടല്ലോ, അവരെ കൊണ്ട് കേട്ടത് മനസ്സിലാക്കിയെടുക്കണം. വളരെ മനോഹരമായ ഒരു കൺവെൻഷനാണ്. അപ്പോൾ ആ സത്യങ്ങൾ ഏറ്റെടുത്ത് പുള്ളി ചെയ്തതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം പേഴ്സണൽ ലൈഫിൽ ദൈവത്തിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അവരാലുണ്ടാകുന്ന പാപമോചനം, ആ യേശുവിനുള്ള ജീവിതത്തിൽ നാം പ്രാപിക്കാൻ പോകുന്ന മഹത്വം, സ്വർഗരാജ്യം, ഇതെല്ലാം തൻ്റെ പ്രസംഗത്തിൻ്റെ. അപ്പോൾ തന്നെ തൻ്റെ ഫാമിലി, രണ്ടാമത് ഫാമിലിയാണ്. വ്യക്തിജീവിതത്തെ താൻ കാണിച്ചു കൊടുത്തു. താൻ വിവാഹം കഴിച്ചത് ഒരു മോഡൽ സ്ത്രീയാണ്. അരിസോണയിലെ മിസ് അരിസോണയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ എറീക്ക എന്ന് പറയുന്ന പെൺകുട്ടി അന്ന് അരിസോണയിലെ മിസ് അരിസോണയായിരുന്നു. ആ കാലത്ത് ആ ഫാഷൻ പരേഡ് ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് നടന്ന്, പക്ഷേ താനും രക്ഷിക്കപ്പെടാനിടയായി. ഈ ചാർലി ക്രിക്കിനെ വിവാഹം ചെയ്ത് തൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് താൻ മാറാനിടയായി. നോക്കണം, അങ്ങനെ ഫാമിലിയിൽ ആ സ്ത്രീയുടെ സാക്ഷി കേട്ടില്ലേ? എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും താൻ വളരെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അതിനേക്കാൾ കവിഞ്ഞ് ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു. താൻ പറയുമായിരുന്നു, എൻ്റെ ദൗത്യം കുറച്ചേ ഉള്ളൂ, കുറേ സമയങ്ങൾ മാത്രമേ എനിക്ക് ഭൂമിയിലുള്ള, പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെപ്പോലെ ഒരു ആയിരങ്ങളെ ഞാൻ ഉരുവാക്കിയിട്ടേ പോകത്തുള്ളൂ. താൻ അത് വർത്തിച്ചു. അതുകൊണ്ടാണ് തൻ്റെ മരണത്തിന് ശേഷം പതിനായിരങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായി മാറാൻ പോവുകയാണ്. അമേരിക്കയിൽ എന്ത് നടന്നാലും ലോകം ശ്രദ്ധിക്കും. താമസിക്കാതെ ആ കൾച്ചർ, ഇപ്പോൾ ചൈനയിലുണ്ടായ ഒരു വൈറസ് മുഴു ലോകത്തിലും കോവിഡ് പിടിച്ചതുപോലെ ഈ അമേരിക്കയിലുണ്ടായ ആത്മീയ ഉണർവ് എല്ലാ സ്ഥലത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ നമ്മൾ കണ്ടില്ലേ, ഒരു ഭാഗം സുവിശേഷത്തെ ഇല്ലാതാക്കി യേശു ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിത്വത്തെയും തകർക്കാൻ പോകുന്ന സമയത്തിൽ പണ്ട് നെഹ്റു പറഞ്ഞു, തുടരുതേ, തൊട്ടാൽ ഇത് അമീബ പോലെ പരക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കാണാം, ബീഹാറിൽ ഗ്രാമങ്ങൾ മുഴുവനും, കുറേ ഗ്രാമങ്ങൾ കൂട്ടമായിട്ട് പലായനം ചെയ്ത് മീറ്റിങ്ങിന് പോവുക. അവരോട് ചോദിക്കുന്നത് എവിടെ പോവുക? പിതാ പരമേശ്വരനെ ആരാധിക്കാൻ പോവാന്ന് പറഞ്ഞത്. പിതാ പരമേശ്വരനെയും ഖുദാ പുത്രനായ ക്രിസ്തുവിനെയും, രണ്ട് പരമേശ്വരനെ ആരാധിക്കാൻ പോവാന്ന്. അയ്യോ, എൻ്റെ രസമായിരുന്നു ആ കാഴ്ച. ഇപ്പോഴും ഉണ്ട് അതിനകത്ത് കേട്ടോ. എന്ത് ചെയ്യാനൊക്കെ എന്ന് പറയാം. ഈ മനുഷ്യനെല്ലാം പിടിച്ചാൽ പിടികിട്ടുന്നതാണോ ഇത്? നീറോ ചക്രവർത്തി മുതൽ വെസ്പീഷ്യൻ ഡൊമേഷ്യൻ്റെ കാലം വരെ 10 ചക്രവർത്തിമാർ ഈ ക്രിസ്തുവിൻ്റെ മാർഗത്തെ ഇല്ലാതാക്കാൻ അക്ഷീണ പരിശ്രമം ചെയ്തെങ്കിലും നീറോയുടെ ഭാര്യ ഉൾപ്പെടെ അനേകായിരങ്ങൾ സത്യത്തിലേക്ക് വന്നു. അങ്ങനെയല്ല ക്രിസ്ത്യാനിത്വം മുഴുവൻ പറയുന്നത്. അപ്പോൾ ഇതല്ലേ സത്യം. ഇത് ദൈവിക മാർഗമായതുകൊണ്ടാണ് ഇതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതിന് വിരോധമായി പോകുന്നവർ നശിക്കല്ലാതെ എന്തിനാണ് നശിക്കുന്നത്? എന്തെങ്കിലും കുറവുകളുണ്ടോ? വേദപുസ്തകം പറയുന്നത് കല്ലിനെ ആരാധിക്കരുത്, മരങ്ങളെ ആരാധിക്കരുത്. ചിലരെന്ത് പറയുന്നു? കല്ലിനെ ആരാധിച്ചു, മരങ്ങളെ ആരാധിച്ചു. അതിലേതാ ശരി? എടാ, ഇന്ന് ആധുനിക കാലത്ത് നിനക്കൊക്കെ വിദ്യാഭ്യാസമില്ലേ? നീയൊക്കെ സംസ്കാര ലോകത്തിലല്ലേ ജീവിക്കുന്നത്? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അതല്ല സത്യം. അങ്ങനെ ഓരോന്നും വെച്ച് പരിശോധിച്ച് നോക്കേ, ഏതാ സത്യമെന്ന് കണ്ടാൽ അതിനെ പിൻപറ്റി. അതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരെല്ലാം മനസ്സിലായി. ഓരോന്നിൻ്റെ മനുഷ്യനെ റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, അപ്പോൾ ആ കാലത്തിൽ പോലും, ഇന്ത്യയിൽ പോട്ടെ, ആ കാലത്തിൽ പോലും അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ 1:20 തോന്നുന്നു, അതിന് മുകളിലുണ്ട് 18 മൂലം പക്ഷി, മൃഗം, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളായിട്ട് മാറ്റിക്കളഞ്ഞു. അത് ഇസ്രായേൽ ദേശത്തും അങ്ങനെയല്ലായിരുന്നു. വിഗ്രഹാരാധികളുടെ മധ്യയിൽ നിന്ന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്നാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. ആ അബ്രഹാമിൻ്റെ സന്തതികളായി ഇന്ന് 3 പേർ അവകാശപ്പെടുന്നുണ്ടല്ലോ, യഹൂദൻ, ക്രിസ്ത്യൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്ലാം കൂടെ. ഒരു കാര്യം സത്യമാണ്, ഈ 3 പേരും ഏകദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഏകദൈവത്തെ വിശ്വസിക്കുമ്പോൾ തന്നെയും ഇസ്രായേൽ എന്ത് ചെയ്തു? പേഴ്സണലായിട്ട് അവർ ചില രൂപങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. നമുക്ക് ഗിദെയോൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോഴേ, ഗിദെയോന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ അപ്പൻ്റെ മുറിയിൽ കയറി ആ വിഗ്രഹങ്ങളെല്ലാം തല്ലി ഉടച്ച് ദൂരെ കളഞ്ഞു കേട്ടോ.
ഇപ്പം എൻ്റെ അമ്മ ഒരു ഭക്തിയായ സ്ത്രീയാണെങ്കിലും കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നുകൊണ്ട് കന്യാമറിയത്തോട് യേശു നിത്യസഹായ മാതാവിനോടും പിന്നെ ഔസപിതാവിനോടും യുവതാപുണ്യനോടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഓരോ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഫാദറിന് അത്ര സന്തോഷമല്ല. പക്ഷേ ഫാദർ അങ്ങനെ വലിയ ആത്മീയനൊന്നുമല്ല, പക്ഷേ അറിവുണ്ട്, ബൈബിളൊക്കെ അറിയുന്നുണ്ട്. തെറ്റാന്നറിയാമെങ്കിലും പുള്ളി മാരാമൻ കൺവെൻഷനൊക്കെ എല്ലാ വർഷവും പോയി പ്രസംഗം കേൾക്കും. പക്ഷേ ലോക സുഖജീവിതത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. കുറച്ച് സുഖമായി ജീവിക്കണം, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിരുന്നത്. പക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ പുള്ളി ഇതൊരു അവസരമായിട്ട് എന്ത് ചെയ്തറിയാവോ, ഒരു ദിവസം ആ രൂപങ്ങളെല്ലാം എടുത്ത് തല്ലിപ്പൊടിച്ച് പമ്പയാറ്റിൽ എറിഞ്ഞു കളഞ്ഞു. അത് വിളിച്ചിട്ട് കുടിച്ച പോലെയൊക്കെ കാണിച്ചു. പക്ഷെ കൂടി എന്നോട് ഞാൻ അതുകൊണ്ടല്ല, ഞാൻ കുറേ നാളുകളായിട്ട് എനിക്കിതിനോട് ഭയങ്കര വെറുപ്പാണ്. ഈ ഫോട്ടോ ബൈബിളുണ്ടല്ലോ, അതെനിക്ക് വെറുപ്പാണ്. പക്ഷേ അമ്മയോടുള്ള സ്നേഹം, അമ്മ നല്ല ജീവിക്കുന്ന സ്ത്രീയാണ്. ഇങ്ങനെയുള്ള ചില മധ്യസ്ഥ പ്രാർത്ഥന നടത്തെങ്കിലും ഒരു കള്ളം പറയത്തില്ല, പല നല്ല സാക്ഷിയുണ്ട്. അതുകൊണ്ട് ഫാദറിന് ഒരു ബഹുമാനം പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ ഞാൻ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ പുള്ളിക്കാരൻ ഇതെല്ലാം തല്ലി ഉടച്ച് ദൂരെ കളഞ്ഞു. നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളതൊക്കെ സത്യം വരുമ്പോൾ ശമരിയാസ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാസ്ത്രീ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അവൾ പാത്രം വെച്ചിട്ട് ഓടി, ഈ സത്യത്തിൻ്റെ സാക്ഷിയായിട്ട്. അപ്പോൾ ഇതല്ല സത്യം. നിങ്ങൾ എത്ര ഇതിനെതിരായി നിന്നാലും, ഇന്ത്യ ഗവൺമെൻറ്റോ കേരള ഗവൺമെൻറ് പിന്നെ അത്രയില്ല, അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ്റും, നിങ്ങളറിയാം റോമൻ സാമ്രാജ്യം, യഹൂദ മതം, ഇതിനെതിരായി ശക്തമായി നിന്നിട്ട് എന്തേ സംഭവിച്ചത്? കാരണം സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ ഒക്കത്തില്ലല്ലോ. അത് ഇന്നല്ല നാളെ വെളി വരും. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു മുഴു ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നതിൻ്റെ ഫസ്റ്റ് എവിഡൻസ് ആണ് അരിസോണയിൽ നടന്ന സ്പിരിച്വൽ കൺവെൻഷൻ. അതിൻ്റെ ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ ശ്രാവനെ പോലെ ചാർലി ക്രീക്ക് എഴുന്നേറ്റത്. അപ്പോൾ അദ്ദേഹം രണ്ടാമത് ഫാമിലി ശരിയല്ലേ, നല്ല ഫാമിലിയായി ജീവിക്കാൻ പറഞ്ഞാണ് തെറ്റ്. അതോ നീ കള്ളം കുടിച്ച് മയക്കുമരുന്ന് കളിച്ച് കണ്ട പെണ്ണുങ്ങളോട് പോയി ആണുങ്ങളോട് പോയി ഇങ്ങനെ കറങ്ങി അടിച്ച് ജീവിതം തുലയ്ക്കണം, അതാണ് നല്ലത്? ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട സഹോദര. നേതാക്കന്മാരെ, മത നേതാക്കന്മാർ, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇതാണ് തെറ്റെന്താ? നല്ലൊരു കുടുംബജീവിതം ചെയ്യുന്നതാണോ തെറ്റ്? മക്കളെയും വളച്ച് കുഞ്ഞുങ്ങളുമായിട്ട് നല്ല സന്തോഷമായിട്ട് ഒരു കുടുംബജീവിതം ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നതിന് തെറ്റാന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടം എഴുന്നേറ്റില്ലേ? പക്ഷേ നല്ലൊരു ശതമാനം വരെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യം നേരെ നെരുങ്ങിയേ വരത്തുള്ളൂ. മൃഗങ്ങളെ ആരാധിക്കണം, പക്ഷികളെ ആരാധിക്കണം എന്നൊക്കെ ബൈബിൾ പറയുന്നില്ലേ? മനുഷ്യൻ അങ്ങനെ പുറകെ പോവുകയാണ്. അപ്പോൾ ഗിദെയോൻ എന്ന് പറയുന്ന അത് ബാക്കി അറിയാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 6:25 ഗിദെയോൻ തൻ്റെ അപ്പൻ്റെ വിഗ്രഹങ്ങളെല്ലാം തല്ലി ഉടച്ചു. വായിക്കാം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ട് നിന്റെ അപ്പനുള്ള ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള ആശാര പ്രതിഷ്ഠയെ വെട്ടിക്കളക. അപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ അപ്പനുണ്ടാക്കി, ഒരു ഇസ്രായേലാന്ന് വിചാരിച്ചോണം, വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് ദൈവം പ്രമാണം കൊടുത്തതായ ഒരു സമൂഹത്തിലെ ഒരു പ്രധാനി തന്നെ ബാലിൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി സമൂഹത്തിൽ നിന്നുണ്ടായ ആ സ്പിരിറ്റ് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. പക്ഷേ ഗിദെയോന് ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അതെല്ലാം ഉടച്ചു കളഞ്ഞു. അയാൾ എന്താ പ്രശ്നം, എന്താ ഇതെന്ന് ചോദിച്ചു. എടാ അത് ദൈവത്തോട് പോയിച്ചു. അപ്പോൾ ഈയിടെ ഈ സുപ്രീം കോർട്ടിൽ ഒരു സുപ്രീം കോടതി ജഡ്ജി, ചീഫ് ജഡ്ജിയുടെ അടുത്ത് ഇതുപോലൊരു സംബന്ധം വന്നു. ഒരു മതത്തിൻ്റെ ഒരു വിഗ്രഹത്തിൻ്റെ മോഡിഫിക്കേഷൻ പണിയില്ലാതെ നടത്തുമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഇവിടെയാണ് കൊണ്ടുവരുന്നത്, ദൈവത്തിൻ്റെ കാര്യം ദൈവത്തിൻ്റെ കോടതി കൊണ്ടുപോകാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ കോടതി ദൈവത്തിന് കൊണ്ടുപോകാൻ പറഞ്ഞു. പണ്ട് നായനാരുടെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏറ്റുമാനൂരിൽ നിന്ന് പല പള്ളികളിൽ നിന്നൊക്കെ ചില മോഷണം പോകുന്നു, ചില അമ്പലത്തിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ MLA പറഞ്ഞു, അമ്പലങ്ങളിലും പള്ളികൾക്കും ദൈവങ്ങൾക്ക് കാവൽ നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ നായനാരുണ്ടല്ലോ, ആ പല്ലൊക്കെ ചിരിച്ചുകൊണ്ട് ദൈവത്തിന് പാറാവുകാരോ, ദൈവത്തിന് മനുഷ്യനെ കൊണ്ട് പാറാവാക്കി എന്ത് ചെയ്തു? നമുക്കറിയാം, മരിച്ചുപോയ യേശുക്രിസ്തു കല്ലറയിൽ കിടക്കുമ്പോൾ റോമൻ സൈന്യത്തിലെ പ്രബലരായ ശക്തന്മാരായ മനുഷ്യരെ കൊണ്ടുപോയി കാവൽ നിർത്തി ശവത്തിന്, യേശുവിൻ്റെ ശവത്തിന്. പക്ഷേ 3-ാം ദിവസം ഭൂകമ്പവും വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടായി, എമ്മെല്ലാം മയങ്ങി വീണ് യേശു ഉയർത്തുന്നേറ്റു. അപ്പോൾ ദൈവത്തിന് പാറാവും. ഇത് ചിന്തിക്കണം. ഈ ആധുനിക കാലത്തിൽ ഇത്രയും വ്യത്യാസം, നിങ്ങൾ ഈ വീണ്ടും താഴോട്ട് പോകാതെ മനുഷ്യൻ, നിങ്ങളുടെ സന്തതികളോടുള്ള സ്നേഹമുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിലെ മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളുടെ തലമുറയോട് സ്നേഹമുണ്ടെങ്കിൽ അവരെ വീണ്ടും ഇരുട്ടിലേക്ക് നടത്താതെ, ഏതാ സത്യം? നിങ്ങൾ ക്രിസ്തുമതത്തിലൊന്നും പോരുത്, ക്രിസ്തുമതമൊന്നും ആവശ്യമില്ല. എന്തു ചെയ്യണം? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും.
അപ്പോൾ ഏതാ സത്യം എന്ന് ആദ്യം പഠിക്കുക. നിങ്ങൾ കുറച്ച് അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക, സത്യത്തെ അന്വേഷിക്കുക. ആ ട്രൂത്തിൻ്റെ ഒരു മന്ത്രിയെ നിയമിക്കുക. ഏതാണ് സത്യം വെച്ച് പഠിക്കുക. എല്ലാ മതങ്ങളിലും ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതെടുത്തുകൊണ്ടൊരു പുതിയ ലോകത്തെ ഉണ്ടാക്കേണ്ട സമയങ്ങളായി. ഇല്ല, ദൈവം ഉണ്ടാക്കിക്കും. അതിനുമുമ്പ് നിനക്കത് പങ്കുചേരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സത്യത്തെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. അതിനൊരുത്തിൻ്റെ കഴുത്ത് വെട്ടിയോ? എത്ര പേരെ കഴുത്ത് വെട്ടി? ഇപ്പോൾ ചാർലി ക്രിക്കിൻ്റെ കഴുത്ത്, അല്ലെങ്കിൽ അവനെ വെടിവെച്ച് വന്നപ്പോൾ 10,000 എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചതോടുകൂടി ഈ പ്രസ്ഥാനം അത് നശിച്ചു എന്നവർ ചിന്തിച്ചു. പേടിത്തൊണ്ടന്മാരായ പത്രോസ് കൂട്ടരൊക്കെ പോയി യേശുവിൻ്റെ മരണത്തിങ്കൽ പോയി വീടുകളിലൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു, ഗവൺമെൻറ്റിനെ പേടിച്ച്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ അതേ ഗവൺമെൻറ്റിൻ്റെയും പുരോഹിതന്മാരുടെ മുമ്പിൽ പോയി പത്രോസ് പറയുക, ദൈവത്തെ ഞങ്ങൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലർ 4-ാം അധ്യായത്തിലൊക്കെ ഉണ്ടത്. അപ്പോൾ അതല്ലേ, അപ്പോൾ ആ ശക്തിയുടെ മുമ്പിൽ ലോകത്തിലൊരു മനുഷ്യർക്ക് നിൽക്കാനൊക്കത്ത്. വിനന്ദനെ ഗുസ്തി. അപ്പോൾ ഇവരല്ല. അപ്പോൾ ഈ മനുഷ്യരോ അധികാരികളോ മനഃപൂർവ്വം, ഈ പിശാച് സാത്താൻ അവർ ഇൻസ്പയർ ചെയ്തിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം ഇല്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. പക്ഷെ നടക്കില്ല. പക്ഷെ അവൻ അനുവദിച്ചിരിക്കുന്നു. സാത്താൻ തന്നെ ചോദിച്ചില്ലേ, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു. അവനറിയാം ഇനി അല്പസമയമേ ഉള്ളൂ, അതുകൊണ്ട് മുഴുവൻ ശക്തിയോടെ ക്ലൈമാക്സിലേക്ക് പോകുന്ന സമയമാണ്. അത് മാറാൻ പോവുകയാണ്. ലോകം 1000 വർഷ ഭരണത്തിന് വേണ്ടി ഒരുങ്ങുന്നത് എങ്ങനെയാ? പെട്ടെന്ന് യേശു വന്നുകൊണ്ട് ഭരിക്കുകയല്ലേ ഇന്ന്. പെട്ടെന്ന് യേശു വന്ന് യെരുശലേമിൽ ഇരുന്നുകൊണ്ട് ഭരണം തുടങ്ങുന്നുള്ളല്ല, അതിപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു പ്രീ ഡിഗ്രി എന്ന് പറയുന്ന പോലെ, ഡിഗ്രിക്ക് മുമ്പേ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ആരംഭം ആരംഭിച്ചു. അത് ചാർലി ക്രിക്കുമാരെ പല സ്ഥലങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗത്തിൽ സ്പ്രെഡായിക്കൊണ്ട്, അതുകൊണ്ടാണ് ഹരിസോണായി നടന്നത്. അപ്പം പേഴ്സണൽ ലൈഫ് നന്നാവണമെന്ന് പറയുന്നത് തെറ്റാണോ? ഒരെഫ് കേട്ടോ, നോട്ട് ചെയ്തു, ഒരെഫ്. 2, നിങ്ങളുടെ ഫാമിലി നന്നായി പോകണമെന്നുള്ളത് സത്യമല്ലേ? ഭർത്താവ് കുടിച്ച് മറിഞ്ഞു വഴിയുക, വീട്ടിൽ വരും പിള്ളേർ കരഞ്ഞുകൊണ്ടിരിക്കുക, തിരിച്ച് ഭാര്യ ദുർമാർഗിയായി പോവുക, വ്യവസ്ഥയില്ലാതെ മറ്റുള്ളവരുടെ കൂടെ സംബന്ധം കൂടുക, അങ്ങനെയൊക്കെ പല സംഭവം ഇല്ല ഇപ്പം. അങ്ങനെ ബ്രോക്കൺ ഫാമിലി ആയിട്ട് പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താകും? അപ്പോൾ നന്നായി ഒരു ഫാമിലി ജീവിതം ചെയ്യണമെന്ന് പറയുന്നതാണ് തെറ്റ്. അതല്ലേ യേശു കാണിച്ചെന്ന മാതൃക, അതല്ലേ ക്രിക്കും അവിടെ പൊട്ടിച്ചു വിട്ടത്. അപ്പോൾ ഫാമിലി ഒന്ന്, പേഴ്സണൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി. 2ാമത് ഫാമിലി ഡെവലപ്മെൻറ്റ്സ്. 3ാമത് ഫ്രീഡം. ആ ഫ്രീഡം എന്നുള്ള വാക്കിൽ ഫെയർ ലാൻഡ് എന്നുകൂടുണ്ട്. ഒരു മനോഹര ദേശം നോക്കണം. അളവ് മുതൽ എനിക്ക് മനോഹര ദേശത്തിലേക്ക്. അപ്പം ദേശം മനോഹരമായി തീരണം. ഇതാണ് 21കാരനാണ്. അപ്പോൾ ആ 21കാരനെ കുറിച്ച് പലരും സാക്ഷി പറഞ്ഞു കൂടുതൽ ഒരാൾ പറഞ്ഞാണ്, എന്താ, ഓ വണ്ടർഫുൾ. അമേരിക്കയിലെ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതാണ്, അവൻ്റെ ജ്ഞാനം എന്തുമാത്രം, ഇവിടുന്ന് കിട്ടിയ ജ്ഞാനം അത് യേശു ക്രിസ്തു നൽകിയതാണ്. അമേരിക്കൻ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ കാര്യമാണ്. ചാർലി ക്രിക്കിൻ്റെ ജ്ഞാനം, അവനെന്തുമാത്രം അറിവുള്ളവനായി മാറി 21ാമത്തെ വയസ്സിൽ. യേശുവിനെ കുറിച്ച് പറഞ്ഞില്ല, ഇവൻ്റെ ജ്ഞാനം ഇവിടെ നിന്ന്. അപ്പോൾ യേശു പറഞ്ഞു, ഉയരത്തിലെ ശക്തി വരുമ്പോൾ അതിനകത്ത് ജ്ഞാനമുണ്ട്. ആ ജ്ഞാനമാണ് മുഴുവൻ അമേരിക്കയും, അല്ലെങ്കിൽ ട്രംപിനെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചത് പോലും 10,000 ചെറുപ്പക്കാരെ ഇതിലേക്ക് തിരിച്ചതും ഈ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതല്ലേ നല്ലത്. ഇങ്ങനെ വെറുപെറിയരായി, പാപികളായി, ദുർമാർഗികളായി നമ്മൾ ജീവിച്ചിട്ട് എന്തോ ലഭിക്കാനേ? ഇപ്പം എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ ഈ സത്യം കണ്ടെത്തിക്കൊണ്ട് ഈ 66ാമത്തെ വയസ്സ് കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് ഒരു 45 വർഷത്തിലധികം ഇന്ത്യയുടെ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അവിടെയെല്ലാം പോയി പലരും ഇപ്പോഴും ഈ യൂട്യൂബിലൊക്കെ പ്രസംഗം കേട്ടിട്ട് രക്ഷിക്കപ്പെടുന്നവരെന്നെ വിളിക്കുന്നുണ്ട് പല സ്ഥലത്തും വന്ന്. ആത്മഹത്യക്ക് പോയിരുന്ന 2 പേര് സെൻട്രൽ പാസ്റ്ററെ വിളിച്ച്, പാസ്റ്റർ വർഗീസിനെ വിളിച്ച് പറഞ്ഞു, ഇന്നാളുടെ നമ്പർ തരണം. അപ്പം മെസ്സേജിലിതുണ്ട്, സുവിശേഷ സത്യങ്ങൾ ഇത് മറയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇനിയും കുറച്ചാളും കൂടെ ജീവിച്ചിരുന്ന് ചെയ്യണമെന്ന് ഇങ്ങനെ ഓരോ കാലത്തും ആഗ്രഹിക്കും. പലപ്പോഴും മരണം വന്നിട്ടുണ്ട്. എങ്കിലും കർത്താവ് വരുന്നിടം വരെ ഇരിക്കണം, അല്ലെ രക്തസാക്ഷിയാകണം. അതാണ് എൻ്റെ ആദ്യത്തെ പോളിസി. ഞാൻ അഭിഷേകം പ്രാപിച്ചപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നിൻ്റെ വരവരെയും എനിക്കിരിക്കാൻ ആഗ്രഹമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞ സ്തെഫാനോസിനെ പോലും നല്ല രക്തസാക്ഷിയായി തീരണം. പ്രത്യേകിച്ച് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുവാൻ. ഇപ്പോഴും അത് തന്നെയാണ്, ആ പോളിസി തന്നെയാണ്. കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു. അപ്പോൾ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ കാശുണ്ടാക്കാം, വിദേശത്തേക്ക്, അതൊക്കെ 2ാമത്തെ കാര്യം.
അവരെ ദൈവത്തെ അയക്കട്ടെ. അവരെ ആത്മീയം കളഞ്ഞ് ആത്മീയത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാതെ ഞായറാഴ്ച ആരാധനയ്ക്ക് വിടാൻ നിങ്ങൾ തന്നെയല്ലേ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തുന്നത്. പിന്നെ അവരിങ്ങനെ കഴുത്തിന് പിടിച്ചാൽ കുറ്റം പറയേണ്ട ആവശ്യത്തിന്. നിങ്ങളവരെ തെറ്റായ രീതിയിൽ വളർത്തിയെടുക്കുന്നു. അവരെ ആത്മീയത്തിൽ വളർത്താതെ നിങ്ങൾക്ക് ഭയമാണ്. ആത്മീയത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഇത് പിടിവിട്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അവരെ തെറ്റായ രീതിയിലേക്ക് ഒരു പ്രവാചകൻ പറയുന്നില്ലയോ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വീഞ്ഞു കുടിപ്പിച്ചു, അവരെ ദർശനമില്ലാതാക്കി, അവരെ യഥാർത്ഥമായ സത്യത്തിലേക്ക് നടത്താതിരിക്കുക പേരൻസ് തന്നെയാണ് ഏറ്റവും വലിയ. അപ്പം കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പേരൻസിനാണ്, പ്രത്യേകിച്ച് അമ്മമാർ. അവർ ക്ലിയർ അല്ലെങ്കിൽ ആ കുടുംബം ശിഥിലമായി പോകും. അമ്മമാരൊരു ദൈവഭക്തിയും ദൈവസാന്നിധ്യമുള്ളൊരു അമ്മ ഉള്ള കുടുംബങ്ങൾ, ഭർത്താക്കന്മാർ എത്ര വഴിപടിച്ചവരായാലും അവർ യഥാസ്ഥാനപ്പെടുന്നു. എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മ ഉൾപ്പെടെ. അപ്പോൾ ആ കുടുംബജീവിതം എന്ന് പറയുന്നത് രണ്ടാമത്തെ മനോഹരമായ ജീവിതം, അതാണ് രണ്ടാമത്തെ എഫ്. മൂന്നാമത്തെ എഫ് ഫ്രീഡം അല്ലെങ്കിൽ ഫെയർലാൻഡ്. അമേരിക്ക ഒരു ഫെയർലാൻഡ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ട്രംപും ക്യാബിനറ്റും വൈറ്റ് ഹൗസ് മുഴുവൻ വന്നില്ലേ. ഏതാ വളരെ അത്ഭുതം. അരിസോണയിലെ മെമ്മോറിയൽ സർവീസിന് വൈറ്റ് ഹൗസ് മുഴുവനും കൂടോടിറങ്ങി വന്നാണ് ആ മീറ്റിംഗ് നടത്തിയത്. അതിൽ ഓരോരുത്തരുടെയും ചില സാക്ഷ്യങ്ങൾ ഞാൻ 1-2 വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ട്രംപ് പറഞ്ഞത്, മഹാനായ ചാർലി ക്രിക്ക്. എങ്ങനെ മഹാനായത്? തന്നെ ദൈവം മഹാനാക്കി. ഏത് കാര്യത്തിൽ? വിശ്വാസത്തിൽ മഹാനാക്കി, ദൈവികമായ അറിവിൽ മഹാനാക്കി, ആത്മാക്കളെ നേടുന്ന ഇതായി. അങ്ങനെയാണ് കിരീടങ്ങൾ. മഹാന്മാർക്കാണല്ലോ കിരീടം കൊടുക്കുന്നത്. എത്ര കിരീടങ്ങളാണ്? ഇപ്പോൾ പരീക്ഷ സഹിച്ചു രക്തസാക്ഷിയായപ്പോൾ ജീവകിരീടങ്ങൾ തനിക്ക് കിട്ടി. ഇപ്പോൾ താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി മരിച്ചപ്പോൾ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നാൽ ജീവകിരീടം പ്രാപിക്കും. നോക്കണം. അതിൽ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ക്രിക്ക് മരിക്കുന്ന സമയത്തിൽ, ചാർലി ക്രിക്ക് മരിക്കുന്ന സമയത്തിൽ ഒരു ദർശനം കണ്ടു. ഇതാ ദൂതന്മാർ തന്നെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക്. അപ്പം സ്വർഗം തുറന്നിരിക്കുന്നതും സേഫാനോസിനെ പോലെ യേശു എഴുന്നേറ്റ് നിന്ന് ഈ ചാർലി ക്രിക്കിനെ സ്വീകരിക്കുന്നു. പിശാചുകൾ കരയുക. പിശാചുകൾ കരയുന്നത് ഒരാൾ സ്വപ്നം കണ്ടു. അപ്പോൾ ചോദിച്ചു, നീ പിശാചുകൾ എന്തിനാണ് ഇതിന് കരയുന്നത്? ഞങ്ങളുടെ ലക്ഷ്യം നിറവേറില്ല. ഈ ചാർലി ക്രിക്കിനെ ഈ സത്യത്തിനെതിരായിട്ട് അവരെ കൊണ്ട് തന്നെ പ്രസംഗിപ്പിക്കാൻ, അവനെ കൊണ്ട് തന്നെ ഈ മാർഗത്തിനെതിരായിട്ട് അവൻ്റെ തലതിരിച്ച് കളയാൻ പല പരിശ്രമങ്ങൾ ഞങ്ങൾ ചെയ്തു. പക്ഷെ ഇത്രയും പെട്ടെന്ന് പോകുന്ന നിങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അവരുടെ പ്രവർത്തനം ഇല്ലാതായി. വലിയൊരു മനുഷ്യനെ തകർക്കാൻ, മോശയെ തകർക്കാൻ ഫറവോനിൽ കൂടെ പിശാച് കയറി. പക്ഷേ ആ മോശ എന്ത് ചെയ്തു? തകർക്കാൻ പോയ ഫറവോൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയെടുത്ത ദൈവമാണെന്ന് ഓർത്തോണം. മനസ്സിലായോ? ഏതാ മോശയെ തകർക്കണം, അല്ല 2 വയസ്സിന് താഴെയുള്ളവരല്ല. ആ മോശയെ തകർച്ചില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ്, മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് അവൻ മുഖാന്തരമായി തീരും. അതുകൊണ്ട് മോശയെ കൊല്ലണം, അതാണ് പദ്ധതി. പക്ഷേ അത് നടന്നോ? ആ കൊല്ലാൻ കൽപ്പിച്ച ഫറവോൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. വളർത്തിക്കൊണ്ട് നടന്നു. 40 വയസ്സിൽ വളർത്തി സകല ഞാനും പഠിപ്പിച്ച് നീ കൊണ്ടുപോകും, അപ്പം ബാക്കി ഞാൻ ചെയ്തോളാം. സമയം വന്നപ്പോൾ ദൈവം അവനെ പുറത്തെടുത്തു. യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ഇതേ ആത്മാവ് വന്നില്ലേ? കൊല്ലാൻ, കൊല്ലുക, തകർക്കുക, മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക. അതാണ് സാത്താൻ്റെ. പക്ഷേ ആ യേശു ക്രിസ്തു കൊല്ലാൻ സാധിച്ചോ? അന്നത്തെ യഹോരോദാവ് ഉറഞ്ഞു തുള്ളിയില്ലേ? എന്നെ കളിപ്പിച്ചിട്ട് പോയി, അവിടെ എല്ലാത്തിനും പിള്ളേരെ കൊന്നേര്. കർത്താവ് ദർശനത്തിൽ പറഞ്ഞു, പോക്കോ, മിസ്രൈമിലേക്ക് പോക്കോ. ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന് ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കണം. ആ ദൈവത്തിലുള്ള വിശ്വാസം കളഞ്ഞിട്ട് സാധാരണക്കാരനെ പോലെ പോകരുത്. പോയാൽ സാത്താൻ നിങ്ങളെ കൊണ്ട് തകർത്ത് കളയും. അപ്പം ചാർലി ക്രിക്കിനെ വിശ്വാസത്തിൽ പിന്തിരിപ്പിക്കാനും നാളെ ഒരു സമനില തെറ്റിയാൽ പോരെ, ഇതിനെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവരെ കൊണ്ടെല്ലാം ചെയ്യിച്ചു. എൻ്റെ സമയമെടുത്ത് ഞാൻ പോകും. കറക്റ്റ് സമയത്ത് ദൈവം വേർതിരിക്കുകയും ചെയ്തു. അതിനൊരു മുഖാന്തരം. യേശുവിനെ അന്ന് ക്രൂശിൽ തന്നെങ്കിൽ അന്ന് റിവോൾവർ ഇല്ലല്ലോ, ഇത് റിവോൾവർ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ രക്തസാക്ഷ്യത്തിൽ യേശു ജയിച്ചു, പിശാച് തോറ്റു. അതാ പിശാച് കരയുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പണ്ട് അടയാർ ഫെയ്ത്തോമിലൊരു മീറ്റിംഗ് എടുത്ത് പാസ്റ്റർ AC തോമാച്ചായൻ വേലക്കാരുടെ മീറ്റിങ്ങിന് മുമ്പ് ഒന്ന് മേശപ്പുറത്തേക്ക് നിൽക്കുക. താൻ നോക്കിയപ്പോൾ അടയാർ ഫെയ്ത്തോമിൻ്റെ
ലാസ്റ്റ് മൂലയ്ക്ക് ഇരുന്നിട്ട് കുറേ പിശാചുകളിങ്ങനെ കരയുക. എന്തിനാണ് കരയെന്ന് ചോദിച്ചപ്പോൾ 2 കാര്യം. അപ്പോൾ ഒന്ന്, ഞങ്ങളുടെ പണിയൊന്നും നടക്കുന്നില്ലല്ലോ. 2, ഇനി നോക്കി നിങ്ങൾ ചിലർ ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ തലയിൽ ഇട്ടുകൊണ്ട് പറയാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. ഈ 2 കാര്യത്തിൽ അവർ കരയുന്നു. അത്രയ്ക്കും മിടുക്കന്മാരേതാണ്. പിശാചുക്കളെ പോലും കരയിപ്പിക്കുന്ന പാർട്ടികളാണ് TPM-ലെ ചില പുള്ളികൾ. ശരി, ഇരിക്കട്ടെ. അപ്പം ഒരു കാര്യം ഓർത്തോണം, സാത്താൻ അത്രയേ ഉള്ളൂ. അവൻ്റെ പദ്ധതിയെ തകർക്കാനാണ് ആര് വന്നത്? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ യേശുക്രിസ്തു മനുഷ്യപുത്ര ലോകത്തിലേക്ക്. ഈ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അപ്പം നിങ്ങൾ ആരുടെ അടുത്ത് പോയി കൈ നീട്ടേണ്ട ആവശ്യമില്ല, കടം വാങ്ങിക്കേണ്ട ആവശ്യമില്ല, പിച്ച കിട്ടേണ്ട ആവശ്യമില്ല. കാൺമിൻ നാം ദൈവമക്കൾ എന്നുള്ളതായ ആ സ്ഥിരത. അല്ല പെന്തിക്കോസ് വന്നുകൊണ്ട് ഒരു വെള്ളം ഉടുപ്പിട്ടുകൊണ്ട് പെന്തിക്കോസ് പറഞ്ഞ് വേഷം കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യൻ മാറണം. അവൻ ദൈവത്താൽ മാറിയിടും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി. അപ്പോൾ മഹാനായ ചാർലി, കാരണം അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു, അവൻ യേശുവിനെ സ്നേഹിച്ചിരുന്നു, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരുന്നു. ഇതായിരുന്നു ആര് പറഞ്ഞത്? ഡൊണാൾഡ് ട്രംപ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മകൻ എന്താ പറഞ്ഞേ? അയ്യോ, സമ്മതിക്കണം, അവനെ ദൈവം തന്നെ വളർത്തിക്കൊണ്ട് വരികയെന്ന് എനിക്ക് തോന്നുന്നു. ജൂനിയർ ട്രംപ്. വളരെ മനോഹരമായൊരു സാക്ഷ്യം. അവൻ്റെ വേഷവും പകുതിയും ആ പക്വതയൊക്കെ കണ്ടപ്പോൾ അടുത്ത ഒരു ലീഡറായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും അവനുണ്ട്. ആത്മീയ അവൻ പറഞ്ഞതാണ്, ചാർലി ക്രിക്ക് എൻ്റെ സഹോദരനായിരുന്നു, എൻ്റെ ജീവന് തുല്യമായിരുന്നു, അവനെ ദൈവം എടുത്തു, ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടു, ഇതാ സ്വർഗം തുറന്ന് സ്തേഫാനോസിനെ സ്വീകരിച്ചതുപോലെ ചാർലി ക്രിക്കിനെ യേശു സ്വീകരിച്ചു. ആ ചാർലി ക്രിക്കിന് പകരം ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കും. ഞാൻ മാത്രമല്ല, ഈ ലക്ഷങ്ങൾ തീരുമാനിക്കണം. അവൻ്റെ പിൻഗാമികളായി നമുക്ക് യേശുക്രിസ്തുവിനെ സാക്ഷി, യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ ഈ രാജ്യം സ്ഥാപിക്കാൻ കഴിയൂ. മാത്രമല്ല, അതിനുശേഷം താൻ പറഞ്ഞു, ബൈബിൾ വചനങ്ങൾ ഇവരെല്ലാം എടുക്കുന്നു. മുഴുവൻ ബൈബിൾ കൺവെൻഷനായിരുന്നു. നല്ല പോർ പൊരുതി, മാത്രമല്ല വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. എന്ത് ചെയ്യണം? എൻ്റർ ഇൻടു മൈ ജോയ് ഓഫ് ദ ഫാദർ. എത്ര മനോഹരം, അത് കേൾക്കേണ്ടതാണ് കേട്ടോ. അതൊക്കെയാണ് കൺവെൻഷൻ. ലോകത്തിൽ നമ്മൾ കൺവെൻഷൻ വെച്ച് എത്ര ലക്ഷം രൂപ ചിലവാക്കണമല്ലോ. ഇത് ഒരു മെമ്മോറിയൽ സർവീസിന് ചിലവാക്കി എത്ര പേര് വരും? 100-300 പേര് അല്ല 200 പേര് വരും. ഇത് ഒരൊറ്റ മീറ്റിങ്ങും ഉണ്ട്. കോടിക്കണക്കിന് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ട്രംപിൻ്റെ മകൻ പറഞ്ഞാണിത്. പിന്നീട് ബെൻ ജോൺസൺ അല്ല, ബെൻ കോൾസൺ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, പീഡിയാട്രിക് ഡോക്ടറാണ്. അദ്ദേഹം ഈ ന്യൂട്രീഷൻ്റെ ഫുഡുകൾ, കുട്ടികൾക്കുള്ളതായ ഫുഡുകളുടെ അഡ്വൈസറാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഞങ്ങളുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ റൈറ്റ്സ് എന്ന് പറയുന്നത് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നൊന്നാണ്. അതായത് ട്രംപ് ഇപ്പോൾ നടത്താൻ പോകുന്ന രാജ്യം, അതിൻ്റെ റൈറ്റ്സ് കം ഫ്രം ക്രിയേറ്റർ, സൃഷ്ടികർത്താവിൽ നിന്ന് വന്നതാണ്. അതിൽ നിന്നാണ് ഒരു ഗവൺമെൻറ് ഞങ്ങൾ ഫോം ചെയ്യാൻ പോകുന്നതാണ്. നോക്കണം, ആ ഡോക്ടർ ഇതിൻ്റെ ഫിസിക്കൽ അഡ്വൈസറാണ്, ഹെൽത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടികൾക്കുള്ള ഫുഡ് എങ്ങനെയായിരിക്കണം, അതിൽ മറ്റ് കെമിക്കൽ ചേരാൻ പാടില്ല, അതിൻ്റെ എല്ലാം കൺസൾട്ടേഷനാണ്. അപ്പോൾ അടുത്ത കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കരുതം നോക്കി. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിവിടെ കിട്ടുന്ന എന്തെല്ലാമാണ്, കൈ കിട്ടുന്ന എല്ലാമായിട്ടൊന്ന് ഓരോന്ന് പരിശോധിച്ചാൽ എന്തെല്ലാം മോശമായ സാധനങ്ങളാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ് ദൈവത്തിൽ നിന്നുള്ള അധികാരത്തിൽ കൂടി വേണം നടത്താൻ, അതാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. മാത്രമല്ല, അതേ മറ്റൊരു കാര്യം പറഞ്ഞു, നമ്മുടെ TPM-ലൊക്കെ സുവിശേഷ വേലക്കാർ മരിക്കുന്ന സമയത്ത് എല്ലാ വേലക്കാരുടെ മീറ്റിങ്ങും വിശ്വാസികളൊക്കെ മരിക്കുമ്പോൾ എടുക്കാറുണ്ട്, എന്നാൽ എല്ലാ വേലക്കാരും മരിക്കുമ്പോൾ എടുക്കാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം വായിച്ച് 12:24 ഇംഗ്ലീഷോട് വായില്ല. അപ്പോൾ ആ യോഹന്നാന്റെ സുവിശേഷം 12:24 എന്താ പറയുന്നത്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, നോക്കണം, അത് തനിയേയിരിക്കും. ചത്തുവെങ്കിലോ മച്ച് ഫ്രൂട്ട്സ്, ഇല്ലയോ? ഇഫ് ഇറ്റ് ഈസ് ഡൈ, പിന്നെ ബ്രിങ് ഫോർത്ത്, വായിച്ചിട അല്ല അവസാനം, ഇഫ് ഇറ്റ് ഡൈ ഇറ്റ് ബ്രിങ്സ് മച്ച് ഫ്രൂട്ട്സ് എന്നാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പ്രശ്നം. അതുകൊണ്ടാണ് ചാർലി ക്രിക്ക് ഇപ്പോൾ ഗോതമ്പണി പോലെ നിലത്ത് വീണെങ്കിലും ആ നിലത്തിലിരുന്ന്
ഹരിസോണ റിവൈവൽ മീറ്റിങ്ങോടുകൂടി, മെമ്മോറിയൽ സർവീസോടുകൂടി ലക്ഷങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞു. ലക്ഷങ്ങൾ, നല്ല ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ. അത് വിശേഷിച്ച് ഈ പറഞ്ഞ ട്രംപിൻ്റെ ക്യാബിനറ്റ്, ട്രംപ് മുതൽ ഇങ്ങോട്ട്, അപ്പോൾ ട്രംപ് കഴിഞ്ഞു, പിന്നെ ഈ പറഞ്ഞ ബെൻ കോട്സൻ്റെ കാര്യമായി പറഞ്ഞത്. അടുത്ത സ്റ്റീഫൻ മില്ലർ, കേൾക്കേണ്ടതാ കേട്ടോ, എന്നെ തകർപ്പൻ അഭിഷേകത്തിലാണ് ഇവരൊക്കെ പറയുന്നത്. സ്റ്റീഫൻ മില്ലർ പറയുന്നത് എന്താ? അദ്ദേഹം ഒരു കൺസൾട്ടൻ്റ്, ഒരു അഡ്വൈസറാണ്, ചീഫ് അഡ്വൈസറാണ്. ചാർലി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു കല്ലാണ്, ചൂസൺ സ്റ്റോൺ. ചാർലി വാസ് ചൂസൺ ബൈ ഗോഡ്, എ പ്രഷ്യസ് സ്റ്റോൺ. എങ്ങനെ പ്രഷ്യസ് ആയത്? ചെറുപ്പത്തിൽ എന്തോ ഒരു പരീക്ഷ കൂടെ പോയ സഹോദരൻ. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് യേശു ക്രിസ്തുവിൻ്റെ വചനവും അഭിഷേകത്താലും നടത്തപ്പെട്ട് അവൻ എന്ത് ചെയ്തു? ഒരു പ്രഷ്യസ് സ്റ്റോൺ. ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ കുട്ടനാട്ടിൽ അവിടെ ഞാൻ കിടന്നിരുന്ന് എന്ത് ചെയ്തേനെ? ഒന്നുകിൽ ഒരു ബിസിനസ്സുകാരനായി മാറിയാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയി ഇങ്ങനെ. പക്ഷേ ആ ദൈവസന്നിധിയിൽ വന്നപ്പോൾ, കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കയ്യിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ, നല്ലൊരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ, ഇന്ന് ഈ പറഞ്ഞ പോലെ പ്രസ്ഥാനം കൾട്ടാന്ന് പറയുന്ന പാർട്ടികളില്ലേ, ഓരോരുത്തരും മാറി പറഞ്ഞിട്ട് അവൻ്റെ പരിപാടി കഴിയുമ്പോൾ അടുത്തവൻ വരും. അത് നല്ലതാണ്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കാൻ ഓരോരുത്തർ വരുന്നത് നല്ലതാണ്. കൾട്ടാണ്. ഞാൻ സമുദായ സഭയെന്ന് വന്ന് ഇത് പഠിച്ച മനുഷ്യനാണ്. ഇതിനകത്ത് കൾട്ട്, ആ കൾട്ടാണ് എന്നെ, ഇവർ പറയുന്നത് ആ കൾട്ട്, TPM-ലെ കൾട്ടാണ് എന്നെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഞാൻ ഇതിനകത്ത് ജനിച്ചല്ലോ. പിന്നെ പറഞ്ഞോട്ടെ, നല്ല കാര്യം, അവർക്കൊക്കെ പ്രാർത്ഥിക്കണം, ഒന്നും വിമർശിക്കാൻ പോകരുത്, വേണ്ടാത്ത കമൻ്റൊന്നും ഇടരുത്, അത് നമുക്ക് യോഗ്യമായ കാര്യമല്ല. പിതാവേ, ഇവർ ചെയ്യുന്നറിയായാൽ ഇവർ ക്ഷമിക്കണമേ. നാളെ അവർക്കുണ്ടാകാൻ പോകുന്ന വിപത്തുകൾ. അപ്പോൾ ഓരോരുത്തരും മാറിക്കുമ്പം പണ്ടൊരാൾ പറഞ്ഞ പോലെ ആകാശത്ത് പ്രകാശിച്ച് നിൽക്കുന്ന ചന്ദ്രനെ കണ്ടുകൊണ്ട് പട്ടി ഓലിയാനിടും. അത് പട്ടിയുടെ സ്വഭാവം അല്ലേ? ചന്ദ്രന് വല്ലതും കേടുവരുമോ? ചന്ദ്രൻ അവിടെ തിരിച്ചുകൊണ്ട് ഓലിയാനിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പട്ടി ഓലിയാനിടുമ്പോൾ ചന്ദ്രൻ ഇടാറുണ്ടോ? ഉണ്ടോ ബിനോയിച്ച? ചന്ദ്രൻ എന്തെങ്കിലും പട്ടിയെ നോക്കി ഓലിയാനിടും? പണ്ട് ഞാൻ രാജ്ഞിയുടെ ഒരു കഥ പറഞ്ഞില്ലേ, ഇനി അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരും നെഗറ്റീവ് കമൻ്റ് ഇടരുത്, അത് നമുക്കുള്ളതല്ല. നമ്മളവരെ സ്നേഹിക്കണം, പ്രാർത്ഥിക്കണം. ഇതിന് ശത്രുവായിരുന്നവരൊക്കെയാണ് ദൈവം പിന്നീട് രക്ഷയില്ല. പിന്നെ ഇതിൽ നിന്ന് മാറി അനാവശ്യം കാണിക്കുന്നവന് ശിക്ഷയുണ്ട്, അത് വരാതിരിക്കട്ടെ, അതിനും പ്രാർത്ഥിക്കണം. അപ്പോൾ അതാണ് സ്റ്റീഫൻ മില്ലർ പറഞ്ഞത്, അവനൊരു പ്രഷ്യസ് സ്റ്റോൺ ആയിരുന്നു. ആ സ്റ്റോണിനെ ദൈവം എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് പ്രഷ്യസ് സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞ വജ്ര കല്ലുകളൊക്കെ അതിനെ കണ്ടിച്ച് മുറിച്ച് അതിനെ മിനുസിക്ക് എടുക്കുമ്പോഴാണ് ഇത് പ്രകാശം. അങ്ങനെ പ്രകാശമുള്ളൊരു കല്ലായിരുന്നു ദൈവം ചാർലി ക്രിക്കിനെ പ്രകാശമുള്ളൊരു കല്ലാക്കി. അതുകൊണ്ടല്ലേ തൻ്റെ പ്രകാശം, നോക്കണം, മരണശേഷം യേശു ക്രിസ്തു മരിക്കുന്നോളം വരെ അത്രയും ഫേമസ് ആയില്ലല്ലോ. യേശു മരിച്ചതിന് ശേഷമാണ് മുഴി ലോകത്തിലേക്ക് പ്രകാശം. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം. അതുപോലെ അമേരിക്കയിലെ വൈസ് പ്രസിഡൻ്റായ JD വാൻസ്, ഈ JD വാൻസ് എന്ന് പറയുന്ന വൈസ് പ്രസിഡൻറ്റിനെ ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത് ഈ ചാർലി ക്രിക്കാണ്. ഇന്ന് അമേരിക്കയിലെ പറഞ്ഞ ക്യാബിനറ്റിലെ പല പുള്ളികളെയും, മാർക്കോ റൂബിയോ എന്ന് പറയുന്ന അദ്ദേഹവും ഈ ചാർലിയുടെ ഒരു അടുത്ത ആളായിരുന്നു. അദ്ദേഹമാണ് സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണം, സുവിശേഷം പ്രസംഗിച്ചു ക്ലിയറായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ JD വാൻസിൻ്റെ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഞാൻ അത്രയും ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്, മാതൃകാപരമായ ഒരു കുടുംബജീവിതം ചെയ്യുന്നു, പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കി മാറ്റിയത് ഈ ചാർലി ക്രിക്കിൻ്റെ ഓർമ്മ. അന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി, യേശു ക്രിസ്തുവിനെ. എങ്കിലും പൊതുസമൂഹത്തിൽ അത്രയും ധൈര്യത്തോടെ പറയാൻ എനിക്ക് ശക്തിയില്ലായിരുന്നു. പക്ഷേ ചാർലി ക്രിക്ക് മരിച്ചതോടുകൂടി ദൈവം എനിക്കൊരു പുതിയ കൃപ തന്നു. ഇനി എൻ്റെ ആയസ്സിൽ മുഴുവനും ചാർലി ക്രിക്കിന് പകരം ഞാൻ ഈ സത്യങ്ങൾ ശക്തിയോടെ പ്രചരിപ്പിക്കും. ആരാ പറഞ്ഞ? അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ്. അമേരിക്കൻ പ്രസിഡൻറ്റ് പറഞ്ഞല്ലോ പുതിയൊരു ഗ്രേറ്റ്, അദ്ദേഹത്തിൻ്റെ പോളിസിയിൽ അതല്ലായിരുന്നു, മേക്ക് അമേരിക്ക ഗ്രേറ്റ്. അപ്പോൾ രാജ്യം, ദൈവരാജ്യത്തിൻ്റെ ഒരു വലിയ ഭാഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സാത്താൻ്റെ ശക്തി താമസിക്കാതെ അവൻ്റെ തല താഴ്ത്തപ്പെടുന്നൊരു സമയം വരുന്നു. ആ JD വാൻസ് പിന്നെയും പറഞ്ഞു, എന്താ, സ്തേഫാനോസ് മരിച്ച സ്ഥാനത്തിൽ അടുത്തത് ഒരു പോളിനെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നു. അത് പലരും പറഞ്ഞു. JD വാൻസ് പറഞ്ഞത്,
സ്റ്റീഫൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ നഷ്ടമായിട്ട് തോന്നാം, പക്ഷെ തോന്നിയില്ല. പകരം അതിനേക്കാൾ ശക്തമായിട്ട് ആ പ്രദേശം ഏഷ്യ മൈനറും യൂറോപ്പിലേക്കും ഈ സത്യങ്ങളെ പ്രചരിപ്പിക്കാൻ തക്കവണ്ണം. നമുക്ക് അവിടെ മാത്രമല്ല, സ്തേഫാനോസ് ആക്കാരിക്ക് മാത്രമേ എബ്രായ ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഗ്രീക്ക് ഭാഷയിലും പലതിലും പാണ്ഡിത്യമുള്ളവനായ പൗലോസിനെ കൊണ്ട് ഏഷ്യ മൈനർ മുഴുവനും, യൂറോപ്പിൻ്റെ പല റോമിൽ പോലും എത്തി, ഇറ്റലിയിൽ പോലും എത്തി ഈ സുവിശേഷം പ്രചരിപ്പിക്കാനിടയായി. അപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറയുന്ന ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ആ ഇൻസ്പിറേഷൻ എന്നിൽ ഒരു ശക്തി വ്യാപിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ ഞാൻ സാക്ഷിക്കാനും എന്ന് പറഞ്ഞ്. അതാണ് JD വാൻസിൻ്റെ സാക്ഷ്യം. പിന്നെ അടുത്തതാരാ ഞാൻ പറഞ്ഞല്ലോ, ബെന്നി ജോൺസൺ. ബെന്നി ജോൺസൻ്റെ സാക്ഷി എന്താ? അദ്ദേഹം പറയുന്നത് റോമർ 13-ാം അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. റോമർ 13-ാം അധ്യായത്തിൽ എല്ലാ അധികാരങ്ങളും ദൈവത്താൽ വരുന്നതാണ്, മനുഷ്യൻ്റെ അല്ല. അപ്പോൾ ട്രംപ് ഈ സ്ഥാനത്ത് വരാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിൻ്റെ പണിയാണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് സാത്താൻ മനസ്സിലാക്കിയപ്പോൾ 2 പ്രാവശ്യം അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ സമയമായില്ല. ട്രംപിൻ്റെ സമയം ആകാഞ്ഞതുകൊണ്ട് സാത്താൻ അവിടെയും പരാജയപ്പെട്ടു. ചാർലി ക്രിക്കിനെ പിന്മാറ്റക്കാരനാക്കാൻ ശ്രമിക്കാൻ ചെയ്തപ്പോഴും ദൈവം തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് അദ്ദേഹത്തെ ചേർത്തു. ട്രംപിന് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ട്രംപിനെ ഇത്രയധികം ബലപ്പെടുത്തിയത് ഈ രാജ്യം, ഞങ്ങളുടെ ഈ അമേരിക്കയിൽ ഇനി വരാൻ പോകുന്ന പുതിയ രാജ്യം ആരായിരിക്കും? മേളിലെ അധികാരത്തിൽ കീഴിലായിരിക്കും. ഞങ്ങളെല്ലാം ആ റോമാലേഖനം 13 വായിച്ചറിയാം. എല്ലാ അധികാരവും ദൈവത്താൽ വരുന്നു. ആ അധികാരത്തിന് കീഴിലായിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം ഇനി നടക്കാൻ പോകുന്നെന്ന് ബെന്നി ജോൺസൺ പറയുകയാണ്. നോക്കണം, തന്നെയല്ല താൻ സുവിശേഷവും പറഞ്ഞു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി. അവൻ മനുഷ്യരുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്നു. നോക്കണം, പിന്നീട് അടുത്തത് RKF കെന്നഡി. അറിയാമോ? ജോൺ എഫ് കെന്നഡിയുടെ മകൻ റോബർട്ട് കെന്നഡി. RKF ആർന്ന് പറഞ്ഞാൽ റോബർട്ട് കെന്നഡി ജൂനിയർ. അദ്ദേഹം ഇന്ന് ഹെൽത്ത് സെക്രട്ടറിയാണ്. നമുക്കറിയാം 1962 അമേരിക്കയുടെ രോമാഞ്ചമായിരുന്ന JF കെന്നഡിയെ ഇതുപോലൊരു ഷൂട്ടിങ്ങിനാണ്, ഷാർപ്പ് ഷൂട്ടിങ്. അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യ ജാക്ലിൻ കെന്നഡിയും യാത്ര ചെയ്ത സമയത്തിൽ ഇതുപോലൊരു കെട്ടിടത്തിൽ നിന്ന് ഷാർപ്പ് തൻ്റെ ഭാര്യ തൊട്ടടുത്തിരിക്കുന്നു. കെന്നഡിയുടെ തലയ്ക്ക് വെടിയേറ്റ് മരിച്ചു. പിന്നീട് ആ കെന്നഡിയുടെ കുടുംബത്തിൽ നിന്ന് എതിർ പാർട്ടികൾ ആരും മുന്നോട്ട് വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ റോബർട്ട് കെന്നഡി. അദ്ദേഹം പറയുകയാണ്, ഈ ചാർലി ക്രിക്കിൽ യേശു ക്രിസ്തുവാണ് വസിച്ചുകൊണ്ടിരുന്നത്, പരിശുദ്ധാത്മാവാണ് തന്നെ നടത്തിയത്. അവനെ അനുഗമിക്കാൻ അനേകർ പുറപ്പെട്ടു വന്നിരുന്നു. അവൻ പ്രചരിപ്പിച്ച ഈ സത്യം ഞങ്ങളുടെ ഗവൺമെൻറ്റിന് വളരെ പ്രയോജനമായി തീർന്നു. ആ യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. താൻ പറഞ്ഞു, യേശു ക്രിസ്തു 33-ാമത്തെ വയസ്സിൽ മരിച്ചെങ്കിൽ അവൻ 2 വയസ്സിന് എളുപ്പമായിട്ട് മരിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ഒരു കാര്യം കൂടെ പറഞ്ഞു. തൻ്റെ അമ്മയായ ജാക്ലിൻ കെന്നഡി തൻ്റെ ഒരു നീസിനോട്, ഒരു അനന്തരവളോട് യൂറോപ്പിൽ പഠിക്കുമ്പോൾ അവരോട് ചോദിച്ചു, നീ എന്താ ഭാവിയിൽ ആഗ്രഹിക്കുന്നത്, എന്താണ് നിൻ്റെ ഉദ്ദേശം? അപ്പോൾ ജാക്ലിൻ കെന്നഡിയോട് ഈ നീസ് ഇവിടെ പറഞ്ഞതാണ്, എനിക്ക് ചാർലി ക്രിക്കിനെ പോലെ ഒരു മനുഷ്യനായി മാറണം, ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ട് മാറണം. ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. ഇതൊക്കെ ജനങ്ങളങ്ങ് കേട്ട് അവരുടെ ആത്മാവിൽ നിറയുകയാണ്. എന്തൊരു സന്തോഷം അവർക്കില്ല. അപ്പോൾ റോബർട്ട് ജൂനിയർ കെന്നഡിയുടെ സാക്ഷ്യമാണ് ഞാനീ പറഞ്ഞത്. പീറ്റർ ഹെഗ്ത് അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറിയാണ്, യുദ്ധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സെക്രട്ടറിയാണ്. താൻ പറഞ്ഞത്, ഈ വാസ് എ ട്രൂ ബിലീവർ. അവൻ യഥാർത്ഥ വിശ്വാസിയായിരുന്നു. യേശുവിനെ ട്രൂ എന്ന് നമ്മൾ കേട്ടില്ല. സാക്ഷാൽ വെളിച്ചം, സാക്ഷാൽ മുന്തിരി. അപ്പോൾ സാക്ഷാൽ വിശ്വാസി. കപട വിശ്വാസിയുണ്ട്, സാധാരണ വിശ്വാസിയുണ്ട്, സത്യവിശ്വാസിയുണ്ട്. ഇത് നിങ്ങൾ ഏതാണെന്ന് പരിശോധിച്ചോണം. അല്ലെങ്കിൽ നമ്മൾ ഏതായി തീരണം? കപട വിശ്വാസിയാണോ, വിശ്വാസിയാണോ, യഥാർത്ഥ വിശ്വാസിയാണോ നമ്മൾ കൺഫേം ചെയ്തോണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവനൊരു സത്യവിശ്വാസിയായിരുന്നു. നോക്കണം, താനും പറഞ്ഞത് എന്താ? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ പാപം മാറ്റപ്പെടുകയുള്ളൂ. നോക്കണം, സുവിശേഷത്തിൻ്റെ സ്പ്രെഡാണ്.
യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ആ ചാർലി ക്രിക്കിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതേ പരിശുദ്ധാത്മാവ് ഈ മെമ്മോറിയൽ സർവീസ് അല്ല, ഇത് റിവൈവൽ സർവീസാക്കി മാറ്റി. അതാണ് അടുത്തത്. ഇനി നമുക്കറിയാം, ഒരു തുളസി എന്ന് പറയുന്നതായ ഒരു സഹോദരിയുണ്ട്, ഒരു ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നതാണ്. തുളസി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സ്ത്രീ, ഹിന്ദുവായി മാറി, ആദ്യം ഡെമോക്രാറ്റ് പാർട്ടിയുടെ ആളായിട്ട് വന്നു. പിന്നീട് ഇപ്പോൾ അവർ ഇങ്ങനെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ തുളസി എന്തു ചെയ്തു? ഈ ഡെമോക്രാറ്റ് പാർട്ടിയിലേക്ക് വന്നു. കാരണം പുതിയ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അവരവിടുത്തെ ബോൺ ആൻഡ് ബോട്ടപ്പൽ അവിടെ തന്നെയാണ്. അവരാണ് ഇന്നത്തെ NDC അല്ലെങ്കിൽ നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, FBI പോലെ തന്നെ എൻ്റെ അതായിട്ട് പോകുന്നതാണ്. നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഞാനീ പറയുന്നത് ഞങ്ങളെപ്പറ്റി പറയുമല്ലോ, യുവദേശമാർക്ക് പണിയൊന്നും ഇല്ലാതെ വന്ന് ഇറങ്ങി വന്നതെന്ന് പറയത്തില്ല. ചുമ്മാ അത് വേറെ പണിയൊന്നും ഇല്ലാതെ പറയണം. ഇവരൊക്കെ ആരാന്ന് ചിന്തിച്ചോണം. ഈ പറഞ്ഞ സുവിശേഷം പറയുന്നവർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അമേരിക്കയിലെ നാഷണൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡയറക്ടർ തുളസി, വേറൊരു പേരുണ്ട്, അത് മറന്നുപോയി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് അറിയാമോ? കോരിന്ത് ലേഖനത്തിൽ വാക്യം എടുത്തുകൊണ്ടാണ്. കോരിന്തിൽ 15-ാം അധ്യായത്തിൽ ഉയർപ്പിനെ കുറിച്ച് നമ്മൾ പറയല്ലോ, പ്രത്യാശയില്ലാത്തവരായി ദുഃഖിക്കരുത്, അവൻ ഉയർത്തുന്നേറ്റു, അവൻ യേശുക്രിസ്തുവിനോട് വസിക്കുന്നു. അതുകൊണ്ട് മരണം ഒരു ദുഃഖത്തിൻ്റെ അല്ല, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിക്കുന്ന അനുഭവമാണെന്ന് ഈ ഹൈന്ദവ സ്ത്രീ, അവരും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതാണ് അവർ പറഞ്ഞത്. പിന്നീട് നമുക്കറിയാം, മാർക്കോ റൂബിയോ എന്ന് പറയുന്ന ആൾ, അദ്ദേഹമാണ് സെക്രട്ടറി, അവിടുത്തെ മെയിൻ സെക്രട്ടറി ആയിട്ടുള്ള പുള്ളി. അദ്ദേഹം പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു താൻ സുവിശേഷം അറിയിക്കുകയായിരുന്നു അവിടെ. മാർക്കോ റൂബിയ എന്താ പറഞ്ഞേ? ട്രൂത്ത് പാസിംഗ് ത്രൂ ദി നെക്സ്റ്റ് ജനറേഷൻ. സത്യം അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. ചാർലി ക്രിക്ക് മരിക്കുന്നതിന് മുമ്പേ ഈ സത്യം, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, യേശുക്രിസ്തു കരുണയുള്ളവൻ മാത്രമല്ല, സത്യം. ആ സത്യമാണ് പറയുന്നത്, മേലാൽ പാപം ചെയ്യരുത്. പിന്നെ ഒരു സത്യത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ഇവനും. അൺബിലീവബിൾ നോളജ് എന്നാണ് അവരും പറഞ്ഞത്. ഇവൻ്റെ ജ്ഞാനം ഞങ്ങളാരും കണ്ടിട്ടില്ലാത്ത അത്ഭുത ജ്ഞാനമാണ് ചാർലി ക്രിക്കിന് കൊടുത്തത്. ആ ദൈവം നോക്കണം, സ്പിരിറ്റ് ഓഫ് ലോർഡ് വിത്ത് ഹിം, ദൈവത്തിൻ്റെ ആത്മാവിനുണ്ടായിരുന്നു. ഈ യേശുക്രിസ്തു നോക്കണം, താൻ പറയുന്നത് എന്താ? ഈ കർത്താവായ യേശുക്രിസ്തു ദൈവത്തോടുകൂടെ വസിച്ചവനായിരുന്നു. വചനം ജഡമായി, മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ആ യേശുക്രിസ്തു മനുഷ്യനെ പോലെ ജീവിച്ചു, മനുഷ്യനായി ജനിച്ചു, മനുഷ്യനെ പോലെ ജീവിച്ചു, മനുഷ്യനായി മരിച്ചു. 3rd day ഹീറോസ്, 3-ാം ദിവസം അവൻ ഉയർത്തുന്നേറ്റ് ദൈവത്തിൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ട്. ആ ദൗത്യമാണ് ഈ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അമേരിക്ക ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ സത്യം പ്രചരിപ്പിക്കുക, അതിന് മാത്രമേ അമേരിക്കയെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. മറ്റെല്ലാ ടെക്നോളജിയും ശാസ്ത്രവും കണ്ടുപിടുത്തവും എല്ലാം പുരോഗമിച്ചെങ്കിലും, അതെല്ലാം സമൃദ്ധിയായിട്ടുണ്ടെങ്കിലും, അതെല്ലാം അമേരിക്കയെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നോക്കണം, യുദ്ധം, അണുബോംബ്, അസന്മാർഗീയം. കാരണം യേശുവിനെയും സത്യത്തെയും മാറ്റിയതിനാൽ ഇതെല്ലാം സംഭവിച്ചു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇംഗ്ലണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇംഗ്ലണ്ട് ഒരു ക്രൈസ്തവ രാജ്യമായിരുന്നു. അതിൻ്റെ ബേസിക്കലി ഹെൻറി 8 ബൈബിളെല്ലാം വിതരണം ചെയ്തെങ്കിലും തൻ്റെ മോറൽ ലൈഫിൽ ഒരുപാട് അപാകത ഉണ്ടായിരുന്നു. അതിൻ്റേതായ ഒരു കാര്യം പിശാച് ആ ദേശത്തിൽ വ്യാപരിച്ചപ്പോൾ ഇംഗ്ലണ്ട് നമുക്കറിയാം ഏറ്റവും അനാവശ്യമായ ഒരു മനുഷ്യൻ, ഒരു ക്രിസ്തീയ സഹോദരൻ പരസ്യമായി പ്രാർത്ഥിച്ചതിന് വർഷങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ്. ഇന്ത്യയിലല്ല, ബ്രിട്ടനിൽ. കോളേജിൽ സ്കൂളിൽ നിന്നെല്ലാം പ്രാർത്ഥന മാറ്റി, ബൈബിൾ വായന മാറ്റി, ക്രിസ്ത്യാനിത്വത്തെ പുച്ഛിച്ച് തള്ളി ഇംഗ്ലണ്ട്. നോക്കണം, ഈ സമയം നോക്കി സാത്താൻ തൻ്റെ ആളുകളെ അനേകരെ അവിടെ കൊണ്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവിടെയുള്ളവരും സാത്താൻ്റെ കസ്റ്റഡിയിലായി. അങ്ങനെ തകർച്ചയിലേക്ക് വന്നു. ഞങ്ങൾ ഈ തീവ്രവാദ ശക്തികൾ, ഈ അധോലോക ശക്തികൾ പറഞ്ഞു, ഞങ്ങൾ ബ്രിട്ടനെ ഭരിക്കും. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഞങ്ങളുടെ കറുത്ത ഫ്ലാഗ്
അവിടെ തൂക്കും. അതിനെല്ലാം പദ്ധതി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അധികാരികളുടെ കണ്ണ് തുറന്നത്. യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്. വീണ്ടും അതിന് അനുവാദം കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ റാലിയിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പ്ലേ കാർഡ് മേന്തിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതും. അപ്പോഴത്തേക്ക് മറ്റൊരു കൂട്ടർ ഈ തിന്മവശങ്ങൾ ഇവിടുന്നെല്ലാം പായിക്കണം, ഇതിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ സത്യവും ഇവിടുത്തെ മര്യാദ അനുസരിച്ച് ജീവിക്കണം, ജീവിച്ചല്ല കടന്നോളാൻ പറഞ്ഞു. ഇപ്പം എല്ലാത്തിനും നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയുടെ പോലെ തന്നെ യൂറോപ്പിൻ്റെ ഒരു ഹെഡാണ് ബ്രിട്ടൻ, നമുക്കറിയാം, ഇംഗ്ലണ്ട്. പക്ഷെ അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കാലത്ത് അമേരിക്കയിൽ ഉണർവുണ്ടായിട്ടുണ്ട്, അതെല്ലാം ബ്രിട്ടനിലുണ്ടായിട്ടുണ്ട്, യൂറോപ്പിലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. 1900 ആരംഭഘട്ടത്തിൽ ലോസ് ഏഞ്ചൽസിലുണ്ടായ ഉണർവാണ് മുഴുവൻ ലോകത്തിലും വ്യാപിച്ചുകൊണ്ടിരുന്നത്. മിഷണറിമാർ കേരളത്തിലും വന്ന്, കുക്ക് സാഹിബും മറ്റു പലരും വന്ന്, ഇവിടെയും പാസ്റ്റർ പോൾ പലരും വന്ന് ഈ സത്യം പ്രചരിപ്പിച്ചു നോക്കണം. അതിനു മുൻപ് കഴിഞ്ഞ നൂറ്റാണ്ട് നോക്കി ആരൊക്കെയാ? സ്പർജൻ, ലോകപ്രസിദ്ധമായ സുവിശേഷകരായ സ്പർജൻ, പിന്നീട് D.L. മൂഡി, ജോർജ് മുള്ളർ, പിന്നീട് വെസ്ലിയൻ ചർച്ചസ്. അതിനു മുമ്പ് പിന്നെ നോക്കിയാൽ അതിനു മുമ്പ് ജോൺ വെസ്ലി, ചാർലസ് വെസ്ലി. ഇങ്ങനെ എല്ലാ കാലത്തും നവോത്ഥാനന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് തൻ്റെ പ്രവൃത്തി. പക്ഷേ ഇത് അവസാനമാണ്. ഇത് മുഴുവൻ ലോകം വ്യാപിക്കാൻ പോവുകയാണ്. ആ വ്യാപിക്കുന്നതിന് മുമ്പ് സാത്താനും തൻ്റെ പ്രവൃത്തി വരും. രണ്ടും തമ്മിലൊരു ഫൈറ്റുണ്ട്. അത് അർമ്മദോൻ യുദ്ധത്തിലൂടെ അവസാനിക്കും. യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. ഇതോട് ചേർന്ന് നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, നാം ഈ കാലത്തിൽ മനുഷ്യരോടല്ല എതിർക്കേണ്ടത്, ജാതിയോട് മതത്തോടല്ല. നമ്മൾ എതിർക്കേണ്ടത് പാപത്തോടാണ്, അല്ലേ? എബ്രായ ലേഖനം വായിക്കുമ്പോൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം. പാപത്തെ ജയിക്കാൻ കഴിഞ്ഞാൽ നീ രാജാവാണ് കേട്ടോ, സത്യമാണ്. പാപത്തെ ജയിച്ച് നീ ശുദ്ധീകരണമുള്ളവനാണെങ്കിൽ നിന്നെ ആരും രാജാവാക്കണ്ട. യു വിൽ ബിക്കം കിങ്, രാജാവ് തന്നെയാണ്. പാപം ഒന്ന് ഉപേക്ഷിച്ച് നോക്കിയേ. ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് ഒരു പോരാട്ടം വരും, നീ അതിന് പോരാടുക. അതാണ് പാപത്തോട്. എബ്രായ ലേഖനം 12:2 ഉറക്കെ പറ. 12:4 ബൈക്കിൽ കൂടെ ഉറക്കെ പറ. 12:4 വൈര്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നോക്കണം, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. ഒരു സീൽ നമുക്ക് വേണം. അത് മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ പോകാതെ, കർത്താവ് എന്നോട് പോരാടുന്ന ജഡത്തിൻ്റെ, സ്വയത്തിൻ്റെ ഇത് അല്ലെങ്കിൽ സാത്താൻ്റെ ശക്തിയെ ജയിക്കണം. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ജയം പ്രാപിക്കണം. അയലോക്കാരൻ ജയിച്ചാൽ നമുക്ക് തന്നെ കിട്ടും, ഇല്ലേ? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, എൻ്റെ കൂട്ടുകാരൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോകും. ഓ, എൻ്റെ കൂട്ടുകാരൊക്കെ ജയിച്ചു, നീയോ? ഞാൻ തോറ്റുപോയി, നിനക്കെന്നെ ലാഭം, ഇല്ലേ? അപ്പോൾ നാം ജയിക്കണം. ഇനി ജയാളികളുടെ കാലം വരികയാണ്. നാം തീരുമാനിച്ചാൽ, എനിക്കൊരു ജയാളിയാണെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ തീരുമാനിച്ചെങ്കിൽ ഒരു മയക്കുമരുന്നിലേക്ക് പോകത്തുള്ളൂ. ഒരു സ്ത്രീയോട് എനിക്ക് അപേക്ഷ ഉണ്ടാകാൻ ഞാൻ തീരുമാനിക്കണ്ടേ? എനിക്ക് അപേക്ഷ വേണ്ടെന്ന് വെച്ചാൽ തീർന്നു. മദ്യത്തോട് എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ തീർന്നു. ഇല്ല, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചിലത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ വേണ്ടാന്ന് വെക്കുന്നത് തന്നെ ചിലത് കയറി വന്നിട്ടുമുണ്ട്. പക്ഷേ അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങൾ ആവശ്യപ്പെടണം. എങ്കിൽ മാത്രമേ എല്ലാത്തെയും ജയിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ആഗ്രഹിക്കരുത്. നമ്മൾ തന്നെയാണ് നമുക്ക് ദോഷം വരുന്നത്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും നമ്മളൊന്ന് ഉറച്ച് തീരുമാനിച്ച് എനിക്കത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ദൈവം ആമേൻ പറയും, കർത്താവ് നമുക്ക് കൃപ തരികയും ചെയ്യും. ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്ത് ഇച്ചിരി കിടക്കട്ടെ. അതാണ് രാഗമോഹങ്ങൾ. ക്രിസ്തുവേശുള്ളവർ പാപത്തെ ക്രൂശിക്കുന്നുണ്ട്, പക്ഷേ രാഗമോഹങ്ങൾ അതിങ്ങനെ ഇച്ചിരി കിടത്തോട്ടെ. ചില അത്യാവശ്യ കാര്യത്തിനെ കൊള്ളാം, ഇച്ചിരി കാര്യസാധ്യത്തിനൊക്കെ ഇച്ചിരി അങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇതിന് വിജയലാഭം വന്നത്. അതാണ് മോഹങ്ങൾ ജനിക്കുമാറ്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നു, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കുക. അപ്പോൾ ചിന്തയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചിന്തയിൽ കയറി വരുന്നതിന് മുമ്പ് തട്ടിക്കളഞ്ഞേക്കണം. പക്ഷെ പെട്ടെന്നൊന്നും സാധിക്കുകയില്ല. പ്രാക്ടീസ് ചെയ്യണം. ഏത് കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? സൈക്കിൾ ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? കാർ ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? അങ്ങനെയെങ്കിലും ഒരു ജയകരമായ ജീവിതത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ പ്രാപ്തരാക്കി മാറ്റുക. ഇതാണ് ഈ അവസരങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്. സാധിക്കും. നമ്മൾ തീരുമാനിച്ചാൽ ദൈവം കൃപ തരും, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണമെന്നാണ്. പ്രാണം പൊക്കോട്ടെ, പ്രാണം പോയാലും സാരമില്ല, പാപത്തെ പോരാടി ഞാൻ ജയിക്കുന്നവനായി തീരണം. യേശുവിനെ നോക്കി, യേശുവിനൊരു വൈരാഗ്യമുണ്ടായിരുന്നു. അവൻ ആലയത്തിലേക്ക് ചെന്നപ്പോൾ
യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു ആലയത്തിൽ ചെന്നപ്പോൾ അവിടെ 3 കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഉണ്ട്. ആലയത്തിൽ കാണപ്പെടാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാള, ആട്, പ്രാവ്. ഈ 3 കാര്യങ്ങൾ യേശു തുരത്തി എന്നാണ് പറയുന്നത്. പ്രാവിന് ചിലപ്പോൾ നല്ല കാര്യങ്ങളാണ് പറയുന്നെങ്കിൽ അവിടെ പ്രാവിനെ അസ്ഥാനത്താണ്. അതിന് ആത്മീയ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ കാളയും ആടും എന്നൊക്കെ പറഞ്ഞാൽ ജഡത്തിൻ്റെ കാര്യങ്ങളാണ്. ജഡം അതാണ് ഈ കാളയും ആടും. മറ്റൊന്ന് പ്രാവെന്ന് പറയും. പ്രാവിനൊരു കാര്യം നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ ഈ നിഷ്കളങ്കർക്ക് ചില സ്വയമുണ്ട്. ഞാനൊരു കുഞ്ഞു വിശുദ്ധനാണ്, ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല, അങ്ങനെ ഞാൻ പറയുന്നൊരു കൂട്ടരാണ് നിഷ്കളങ്കർ. ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവെന്ന് പറയത്തില്ലേ? എല്ലാ പ്രാവും അല്ല, ബുദ്ധിയില്ലാത്ത എഫ്രൈം, ബുദ്ധിയില്ലാത്ത അവരെപ്പോഴും തന്നെ പ്രശംസിക്കും, മക്കളെ പ്രശംസിക്കും, അല്ലെ കുടുംബത്തെ പ്രശംസിക്കും. എന്താ പിന്നെ തളത്തുകാലയിൽ അങ്ങനെ വരാറുണ്ടോ? വല്ലപ്പോഴും ഒരു അഭിമാനമല്ലേ ഞങ്ങൾ ക്രൂശിക്കണം. അതാണ് ബെന്നി ക്രൂശിച്ചുകൊണ്ടിരിക്കുക. ബെന്നിയെ പലരും ക്രൂശിച്ചു അല്ലയോ? പക്ഷേ അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശംസകൾ വരും. നിങ്ങൾ ഇന്നാരാണ്, ഇന്ന കുടുംബത്തിൽപ്പെട്ടാണ്, ഞങ്ങൾക്ക് ഇന്നാരൊക്കെ ഉണ്ട്, ഞങ്ങൾ വിചാരിച്ച പലതും നടക്കും ഇല്ലയോ? കുറച്ചോളം പേര് അച്ചാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബത്തിലൊരുത്തിനെ തൊട്ടാൽ ഞാൻ ചോദിച്ചു, അച്ഛൻ ഏത് ആത്മാവിലെ പറയുന്നത്? പിന്നെ താനും പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടു. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊണ്ട് ബലിയാക്കരുത്. കുഞ്ഞുങ്ങളെ ഇത്രയും വളർത്തിയെടുത്തതിന് ശേഷം നടുറോടി കൊണ്ടുപോയി മറ്റുള്ളവരുടെ കത്തിക്ക് ഇടയാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി അത് മനസ്സിലാക്കി പുള്ളി തിരിഞ്ഞു. അതിനുശേഷം താൻ വളരെ ആത്മീയനായി ജീവിക്കുന്നുണ്ട്. ഇത് വിദേശത്തൊന്നുമല്ല, കുമളിയിൽ നടന്നൊരു സംഭവമായിട്ട് പോട്ടെ. അപ്പോൾ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അപ്പോൾ പാപത്തോട് പോരാടുന്നതിൽ യേശു എന്ത് ചെയ്തു? ഒരു ചാട്ടയുണ്ടാക്കി. ഏതാ ചാട്ട? വചനം. ദൈവത്തിൻ്റെ വചനമായ ചാട്ടയുണ്ടാക്കി നാം ഇതിനെല്ലാം പുറത്താക്കണം. അതിനൊരു വൈരാഗ്യം വേണം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ വന്നത്. അവൻ്റെ എരിവ് കാണുന്നവന് നെഞ്ചത്ത് കയറാനുള്ള എരിവല്ല, കണ്ടവൻ്റെ കാര്യം പറഞ്ഞു നടക്കുന്നതല്ല, അല്ല വേറൊരു ആപ്പ് വെച്ചുകൊണ്ട് നടക്കുന്ന എരിവല്ല. എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. നമ്മൾ തീരുമാനിച്ചാൽ മതി. വായിച്ചേ, അവൻ്റെ എരിവ്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 17 എരിവെന്ന് പറഞ്ഞ സീൽ, ഒരു വൈരാഗ്യം വേണം അല്ലേ? നമുക്കറിയാം, ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫി ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു വള്ളക്കളിയാണ്. അപ്പോൾ ഒരുത്തരം എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം അവരെ പരാജയപ്പെടുത്തി. അപ്പോൾ നമ്മുടെ നാട്ടുകാരനോട് ഞാൻ ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം മൈലൂട്ട് സെക്കൻഡിലാണ് കൈനേരിക്കാരെ, നമ്മുടെ അയലോക്കാരാണ്, കൈനേരിക്കാരെ പള്ളാത്തുരുത്തി, അതിൻ്റെ ഇപ്പുറം എടമ്പലത്ത് 2 സ്ഥലമാണ്. ഞങ്ങളുടെ ചേന്നഗിരിയുടെ ഇടത്ത് പള്ളാത്തുരുത്തിയും വലത്ത് കൈനേരിയാണ്. ഇപ്പോൾ രണ്ടും നമുക്ക് അവിടെ ആളുണ്ട്. അപ്പോൾ പല പ്രാവശ്യവും പള്ളാത്തുരുത്തിക്കാർ ജയിച്ചെങ്കിലും ഈ പ്രാവശ്യം അവർ തീരുമാനിച്ചു ഞങ്ങൾ ജയിക്കും. അവർ തീരുമാനിച്ചു. അതിനെന്ത് ചെയ്യുന്നു? 2 വള്ളക്കാരാണ്, UBCയും VBCയും. അപ്പോൾ ഫൈനൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായ പള്ളാത്തുരുത്തി കൂടെ കടപിടിക്കണമെങ്കിൽ ലൂസേഴ്സ് ഫൈനലിലെ കപ്പ് ഉപേക്ഷിക്കണം. നോക്കണം, ലൂസേഴ്സ് ഫൈനലിലെ കപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനലിനോട് തൊട്ട് കിടക്കുന്നതാണ്. അവരെന്ത് ചെയ്തു? ആ UBCയിലെ കുറേ പ്രധാന തുടച്ചിക്കാരും ഈ VBC കയറി ശക്തരായിന്ന് സെക്കൻഡുകൊണ്ടാണ് ജയിച്ചത്. അങ്ങനെ VBC. അപ്പം നമുക്കൊരു വൈരാഗ്യം വേണം, തീരുമാനിക്കണം, ജയിച്ചേ ഒക്കൂ. പാപത്തോട് നമുക്കില്ല, നാട്ടുകാരോടല്ല, ജാതിക്കാരോടല്ല, പക്ഷേ പാപത്തോട് പോരാടി ജയിക്കണം. ആ തീരുമാനം. അതിനൊരു സീൽ. അതാണ് യേശു ക്രിസ്തു തൻ്റെ മറ്റൊരു കാര്യം നമുക്ക് ബൈബിളുണ്ടല്ലോ. സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ഇസ്രായേൽ ജനങ്ങൾ സിത്തീമിൽ പാളയിറങ്ങി മോവാബ്യ, അതായത് യോർദാൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. യോർദാൻ്റെ അടുത്തുള്ള മോവാബ്യ ദേശത്തിൽ പാളയിറങ്ങിയപ്പോൾ മോവാബ്യ സ്ത്രീകൾ നല്ല ഫാഷൻ പരേഡുകളുള്ളവരാണ്. പുരിയൊക്കെ വെടിച്ച് ഇന്നത്തെ ചില പെണ്ണുങ്ങളെ പോലെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത്, പിന്നെ കവിളത്തോടെ ചായം പൂശി, ഇല്ലാത്ത മെനക്കേട് പണി ചെയ്ത്, അത്യാവശ്യം ഡ്രസ്സ് മാത്രം ഇട്ടുകൊണ്ട് ഫാഷൻ കാണിക്കുന്നൊരു ജാതിയാണ്. അപ്പോൾ കള്ളപ്രവാചകൻ പറഞ്ഞു കൊടുത്ത്, നിങ്ങൾക്ക് ഈ ഭക്തിയൊന്നും ഉപേക്ഷിപ്പിക്കാൻ അവർ സാധിക്കില്ല. പക്ഷേ അവർക്കിതിനെയൊക്കെ വിളിച്ച് ആ സ്ത്രീകളൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തിയാൽ വിളിച്ച് പലപ്പോഴും ഒരു ചാപ്പാട് കൊടുക്കണം. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാതിരിക്കാൻ നിങ്ങൾ മാമോദിസയ്ക്ക് വിളിച്ചു, അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷൻ വിളിച്ചു, നല്ല ബിരിയാണി, നെയ് ബിരിയാണി, അല്ലെങ്കിൽ ചെമ്പ് ബിരിയാണി, എന്തോ തമ്പ് ബിരിയാണി, ഇതൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാക്കുന്ന ദിവസമാണെന്ന് അതിൻ്റെ മണം പിടിപ്പിച്ചുകൂടെ ഇവർ ചിലർ, എല്ലാവരും ഒന്നുമല്ല, ചില മണ്ടന്മാർ വരും. അങ്ങനെ കുറേ മണ്ടന്മാരിൽപ്പെട്ട ഒരുത്തിന് ഇവരുടെ വീട്ടിൽ പോയി ഊണും കഴിച്ച് മരുന്നും കഴിച്ച് സംസാരിച്ച് ഇങ്ങനെ ആത്മീയം കളഞ്ഞു പോയ കൂട്ടത്തിൽ പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരുത്തിയെ വിളിച്ചുകൊണ്ട് പാളയത്തിൽ വന്നു. ഇസ്രായേൽ പാളയത്തിൽ വന്ന് ധൈര്യം നോക്കണം. ഈ പാപം ചെയ്യാൻ വലിയ ധൈര്യം. നിങ്ങൾ കണ്ടില്ലേ, തെറ്റായ കാര്യം ചെയ്യാൻ എന്തോ ഒരു ധൈര്യം ഈ സോഷ്യൽ മീഡിയയിലും കാണുന്നില്ലേ? കള്ളം പറയാൻ നേതാക്കന്മാർ പോലും എന്തോ ഒരു ധൈര്യം കാണിക്കുന്നത്.
നമ്മുടെ സ്ഥലത്തില്ലേ, ഈ കാലത്തിലല്ലേ നേതാക്കന്മാർ എത്ര പൊട്ട കള്ളമായവന്മാർ പറയുന്നത്? എന്താ ധൈര്യമെന്ന് നോക്കി. അത് അവരിൽ വ്യാപരിക്കുന്ന ഈ ലോകത്തിൻ്റെ ശക്തിയാണ്, ഈ ലോകത്തിൻ്റെ ജ്ഞാനം. അപ്പം അങ്ങനെ വന്നപ്പോൾ മോശ വിറച്ചുപോയി. പാവം വലിയപ്പന്മാരെല്ലാം വിറച്ച് നിൽക്കുക. എന്നാ ചെയ്യാൻ? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു? പക്ഷേ കൊച്ചുമകൻ, പണ്ട് പുരാണത്തിൽ പറയുന്ന പോലെ അഭിമന്യു ഉണ്ടായതുപോലെ ഒരാവേശം ഇല്ലേ? കുരുക്ഷേത്ര യുദ്ധത്തിൽ, ആ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, കഥയാണെങ്കിലും കഥയിൽ കാര്യങ്ങളുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ അപ്പന്മാരും ചേട്ടന്മാരും എല്ലാം വലിയപ്പമെല്ലാം ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ അഭിമന്യു ധൈര്യത്തായിട്ട് പത്മവ്യൂഹത്തെ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി, ചതിവല കൊന്നുകളഞ്ഞ്. അവൻ്റെ ആ ധൈര്യം എന്ന് പറഞ്ഞ പോലെ പത്മവ്യൂഹത്തെ ഭേദിച്ചെന്ന അഭിമന്യാണ് ആ കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏറ്റവും വലിയ ഹീറോ, അർജുൻ്റെ മകനാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, നിനക്കെന്താണ് ഈ ധൈര്യം? നീ കൊച്ചു പയ്യനല്ലേ, നിനക്കിത് ജയിക്കുമോ? അവൻ പറഞ്ഞിട്ടെന്നറിയാം, എൻ്റെ അപ്പൻ ആരാന്നറിയാമോ, എൻ്റെ പിതാമഹൻ ആരാന്നറിയാമോ, ഇന്നാരാരാന്നറിയാമോ? അതാണ് നമ്മുടെ സാക്ഷ്യം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി കാത്തുകൊള്ളും. അതാണ് നമ്മുടെ ധൈര്യം. നമ്മുടെ അപ്പനെക്കുറിച്ച് പറയാനുള്ള ധൈര്യം നമുക്കില്ല, ചിറ്റപ്പനെക്കുറിച്ച് പറയാനില്ല, കൊച്ചപ്പനെക്കുറിച്ച് പറയാനില്ല, നാട്ടുകാരെക്കുറിച്ച്. പക്ഷേ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഐ ബിലീവ്ഡ്, അതാണ് വിഷയം. അപ്പോൾ അതാണ് ഫിനെഹാസ് എന്ത് ചെയ്തു? വായിച്ചേ, ഇങ്ങനെ പറഞ്ഞു. അഹറോൻ്റെ മകനായ എലിയാസൻ്റെ മകനായ ഫിനെഹാസ് 25-ന്റെ 7-ാം വാക്യം, സംഖ്യാപുസ്തകം 25-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്ത് ആ ഇസ്രായേലിന്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന് ആ പാപത്തിന്റെ ശക്തി അവിടെ ന്യായം വിധിച്ചു കളഞ്ഞു. അതുകൊണ്ട് ദൈവം എന്ന് പറഞ്ഞു, ഫിനെഹാസ് എനിക്ക് വേണ്ടി കാണിച്ച തീഷ്ണത. വായിച്ചേ 11-ാം വാക്യം, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതന്റെ മകനായ എലിയാസിന്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി. അപ്പോൾ ചില തീഷ്ണതയുടെ മുമ്പിൽ പ്രോട്ടോക്കോളൊന്നും വലിയ വിഷയമൊന്നുമില്ല. അവിടെ നടത്തിപ്പോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും ദൈവം. എടാ, അവൻ എനിക്ക് വേണ്ടി കാണിച്ചത്, അവിടെ അവൻ നിമിത്തമായി ഇപ്പം നിൻ്റെയൊക്കെ ഉടുപ്പ് ഇപ്പം ഇട്ടിരിക്കുന്നത്. അഹരോനേ, എലിയാസറേ, നിൻ്റെ ഉടുപ്പ് ഊരാഞ്ഞതിൻ്റെ കാരണം നിൻ്റെ കൊച്ചുമകൻ്റെ തീഷ്ണതയാണ് ഇപ്പം നിൻ്റെയൊക്കെ ഉടുപ്പ് നിൽക്കുന്നതാണ്. ഇന്ന് പറഞ്ഞ പോലെ ഏത് സഭകളിലും ഏത് ബന്ധുക്കോസിലും രാഷ്ട്രീയത്തിലൊക്കെ ചില ആളുകൾ എഴുന്നേറ്റ് ചില ഉത്സാഹം കാണിക്കുമ്പോൾ ദൈവം അത് മാനിക്കും. നിങ്ങളുടനെ പ്രോട്ടോക്കോളും സൈനും വെച്ചുകൊണ്ട് ഇങ്ങനെ ലെൻസും വെച്ചുകൊണ്ട്, എടാ സീനിയർ മോസ്റ്റായി ഇന്നാരും ഇരിക്കുമ്പോഴാണോ യവൻ കയറി ആളാകുന്നത്? ഇല്ലയോ? പണ്ട് ഞാൻ 3 സ്റ്റേറ്റ്സിൻ്റെ ഇത് 88 ദൈവം തന്ന വിഷയം അത് പഠിച്ച് പാസ്റ്റർ ജേക്കബിന് അയച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നീ പഠിപ്പിച്ചോ, ധൈര്യമായിട്ട് പഠിപ്പിച്ചോളാൻ പറഞ്ഞു, നീ സത്യമാണെന്ന് പറഞ്ഞു. പാസ്റ്റർ ടി തോമസ്, പാസ്റ്റർ ബോബി, പാസ്റ്റർ KC വറീസ്, പാസ്റ്റർ ഏണസ്റ്റ്. അപ്പോൾ കേരളത്തിൽ 2 അച്ചായന്മാർ വന്ന് പോയി, ഇന്നലെ വന്ന പയ്യനാണോ ഇതൊക്കെ പറയും, ഇതുവരെയും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ. സക്കറിയാപ്പച്ചനെടുത്ത് മാട്ടിക്കളഞ്ഞു. സക്കറിയാപ്പച്ചൻ പറഞ്ഞു, എന്നെ വിളിച്ച്, എന്താ ചെറിയാകുഞ്ഞ്? ഞാൻ കാണിച്ചു, പാസ്റ്റർ ജേക്കബ് ഇത് അനുമാനം. എന്നാൽ ഇനി ഒരുത്തിനെയും പേടിക്കണ്ട, ധൈര്യമായിട്ട് പഠിപ്പിച്ചോളാൻ പറഞ്ഞു. ഇന്നുവരെയും പഠിപ്പിച്ച് വരികയല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചില സമയത്തിൽ നിങ്ങൾ ചിലരെ എഴുന്നേൽപ്പിക്കുക. അത് സമൂഹത്തിനോ സഭയ്ക്കോ ദോഷമായിട്ടല്ലല്ലോ, സത്യത്തിന് വേണ്ടി ആയിരിക്കും. അവിടെ നിൽക്കണം, അവിടെ കൂരിപ്പോരുത്, അവിടെ പ്രതിരോധം ആവശ്യമാണ്. ഉടനെ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അങ്ങ് കുരിഞ്ഞു കൊടുക്കരുത്. അങ്ങനെ കുരിഞ്ഞു കൊടുത്താൽ നിൻ്റെ പ്രതിരോധം നഷ്ടപ്പെടും, നീ രോഗിയാകും. ആയുസ് മുമ്പേ പല വേലക്കാരും ചാകുന്നത് കൊണ്ടാണ്. ഒന്ന് പാപത്തോട് പോരാടുന്നതിൽ ചില നടത്തിപ്പെന്നൊക്കെ പറയുന്നത് എല്ലാം ഒന്നും അങ്ങനെ ദൈവഹിതമല്ലായിരിക്കാം. സീനിയർ മോസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഏലിയുടെ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഏലി ആയിരുന്നല്ലോ ഏറ്റവും വലിയ ടോപ്പ് സീനിയർ മോസ്റ്റ്, 90 വയസ്സുള്ള അപ്പച്ചൻ. പിന്നെ ആരാ? 2 സെൻറ്ററിൻ്റെ ചുമതല എന്ന് പറഞ്ഞ പോലെ 2 വീരന്മാരായിരുന്നു മക്കൾ, ഫിനെഹാസും ഒപ്നിയും ഇല്ലേ? അവരവിടെ അടക്കി വാഴുന്ന സമയത്ത് തമ്പുരാനൊന്നും മനസ്സ് തുറക്കാൻ ഒരുത്തരില്ല അവിടെ. ഈ പറഞ്ഞ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ അഹങ്കാരം കാണിക്കുന്ന പുള്ളികളോടൊന്നും ദൈവത്തിന് ഇടപെടാൻ ഇഷ്ടമല്ല. അദ്ദേഹം വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുമ്പോഴാണ് ആരോൻ എത്ര വയസ്സുണ്ടാ? 14-17 വയസ്സുള്ള ഒരു പയ്യനെ ആലയത്തിൽ കൊണ്ടുവന്ന് നേർച്ച കോഴിയായിട്ട് വെച്ചിരിക്കുകയാണ്. അത് ആരുടെ കൂടാ? ഈ മുഴു ദുർമാർഗികളും പിന്മാറ്റികളുടെയും ഇടയ്ക്കാണ് ആരെ വിട്ടിരിക്കുന്നത്? ഈ കൊച്ചനെ ആരെങ്കിലും വിടുവോ? ഇല്ലേ? ആരെങ്കിലും വിടുവോ? പക്ഷേ ആ സ്ത്രീയും കുടുംബം വിശ്വാസത്തോടെ ദൈവത്തെ ഏൽപ്പിച്ചത്, അല്ല മനുഷ്യനല്ല. അത് ദൈവത്തെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം സൂക്ഷിക്കും. അവിടെയുള്ള ഏലിയുടെയിലും ഓഫനിയുടെയിലും അല്ല. കൊച്ചൻ രാവിലെ വൈകിട്ട് എന്ത് ചെയ്തു? അപ്പച്ചന്മാരെ കണ്ട് വണങ്ങി
വിഷ് ചെയ്ത് സന്തോഷമായിട്ട് തിരിയെല്ലാം കിടത്തി രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് തമ്പുരാനോട് ചെന്ന് രാത്രി ദൈവത്തിന് മനസ്സ് തുറക്കാൻ ഒരുത്തനെ കിട്ടുന്നില്ല. എപ്പോഴാണ് നിഷ്കളങ്കനായ ഒരു കൊച്ചനെ കിട്ടിയത്. ഞാനൊക്കെ ഓർത്തു, എൻ്റെ ദൈവമേ, അവനന്നത് കേട്ട് പിന്മാറി ഓടിപ്പോയെന്ന് എന്ത് ചെയ്തന്നെ. അതുപോലുള്ള ഡയലോഗാണ് തമ്പുരാൻ പറഞ്ഞു കേൾപ്പിച്ചു. ആരെക്കുറിച്ച്? ഈ സീനിയർ മോസ്റ്റായ ഏലിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും വലിയ പോസ്റ്റിലിരിക്കുന്ന പുള്ളികളുടെ തെറ്റുകളല്ലേ കൊച്ചനോട് പറഞ്ഞു കൊടുക്കുക. ദൈവം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ദൈവം പറഞ്ഞ ദൈവത്തിന് പരിഹാരമുണ്ട്. യവനെയൊക്കെ ഞാൻ നശിപ്പിച്ച് കളയും, ആ കുടുംബത്തിൽ ഒരുത്തിനെ ഞാൻ സേവിച്ചു. അതുപോലുള്ള അഹന്തയാണ്, ആ ദുർമാർഗമാണ് എന്നോട് ഇവന്മാരൊക്കെ ചെയ്തത്. സഭക്കാരൊക്കെ ഓർത്തോളം കേട്ടോ. രഹസ്യമായിട്ടും തന്ത്രപരമായിട്ടും ഗ്രൂപ്പ് കൂടി ചില പണിയൊക്കെ ഒപ്പിക്കുമ്പോൾ തമ്പുരാനോട് ലിസ്റ്റ് ഇടും. ചിലപ്പോൾ തലമുറ പോലും അനുഭവിക്കേണ്ടി വരും. ഇന്ന് വേലക്കാരെല്ലാം കിടന്നില്ല, ഇവിടെ കിടന്ന് മാന്യന്മാരായിട്ട് ജീവിക്കേണ്ടവനൊക്കെ പുറത്ത് പോയിട്ട് ഇപ്പോൾ കിടന്ന് തത്തരപുത്ര കളിക്കുക. ആ ഗതികേട് എനിക്ക് നിങ്ങൾക്ക് വരരുത്. സൂക്ഷിച്ചോണം. അവിടെ സീനിയോറിറ്റി പറഞ്ഞും അഹങ്കാരം പറയുന്ന വേലക്കാരും വിശ്വാസം സൂക്ഷിച്ചോണം. വൈകിട്ട് കർത്താവ് കൊച്ചനോട് സംസാരിക്കുക, എല്ലാ കാര്യം തുറന്നു. നിങ്ങൾ വായിച്ച 1 ശമൂവേൽ 2-3 അധ്യായം വായിച്ചാൽ മതി. 1 ശമൂവേൽ ചാപ്റ്റർ 2, 2 and 3 ഈ ചരിത്രം അതിനകത്തുണ്ട്. അപ്പോൾ സീനിയോറിറ്റിയും പ്രോട്ടോക്കോളും ചില സമയത്ത് തമ്പുരാൻ വിഷയമൊന്നുമല്ല. ആര് സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, അങ്ങനെ നിൽക്കുമ്പം പല പ്രശ്നം ഉണ്ടാകുന്നേ. എല്ലാ കാലത്തും ഈ സത്യത്തിനെതിരായിട്ട് പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഗവൺമെൻറ്റും ഒക്കെ എതിരായിട്ട് നിന്നിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് പോകേണ്ട സമയമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കറക്റ്റ് നടത്തിപ്പ് നമുക്കുണ്ടാണ്. തന്നിഷ്ടം കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പോകാമെങ്കിൽ അവർ വിജയമാക്കി തരും. എൻ്റെ അനുഭവത്തിൽ എനിക്കത് സാക്ഷിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പല സ്ഥലത്തുണ്ടായ പ്രതികൂല സാഹചര്യങ്ങൾ ഇതിനകത്തുനിന്ന് തന്നെ വന്നപ്പോഴും നിസ്സാരമായിട്ടതൊക്കെ തരണം ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കും. ഈ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു സംഭവം ഉണ്ടായല്ലോ. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ രാജു ബ്രദർ അവിടെ ഒരു പൈപ്പ് നന്നാക്കിക്കൊണ്ടിരിക്കും മേളിൽ. അതാ 3-ാം നിലയുടെ നമ്മുടെ ടാങ്കിൻ്റെ മേളിൽ. എനിക്കൊരു കാര്യമുണ്ട്, ഒരു പണി തീർക്കണമെന്ന് ചോദിച്ചാൽ അപ്പോൾ തീർത്തോണം, പിന്നെ ബാക്കി ഇടരുത്. അങ്ങനെ ഒരു സ്പിരിറ്റുണ്ട്. അപ്പോൾ രാജു ബ്രദറിൻ്റെ പകുതി പണി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിൽ ഇനി ശകലങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല പുള്ളിയോട്. അപ്പോൾ ഞാൻ തന്നെ ആ ഓസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അതും രാവിലെ വെറും വയറ്റിലും ക്ഷീണമൊക്കെ ആയിട്ട് രാത്രി ഉറക്കമില്ലായിരുന്നു. എന്നാലും തീർക്കണമെന്ന് ദൈവം തീർക്കുന്ന ഒരു ആത്മാവാണ്. ഞാൻ കയറി, എന്തോ ഒരു പോരാട്ടം തുടങ്ങി. ഞാൻ കയറി ആ ടാങ്കിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട്, ഇത്രയും 1.5 അടിയല്ലേ ഉള്ളൂ, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആയിരുന്ന സമയത്തിൽ പെട്ടെന്നൊരു കറുത്ത അന്തരീക്ഷം, ഒരു ക്ലൗഡി അന്തരീക്ഷം വന്നു. സാത്താൻ എന്നോട് സംസാരിച്ചു, നിന്നെ ഞാനിപ്പോൾ തള്ളി താഴെയിട്ട് കൊന്നുകളയെന്ന് പറഞ്ഞു. നീ എൻ്റെ ശത്രുവാന്ന് പറഞ്ഞു. എനിക്കൊരു നിമിഷം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു അദൃശ്യകരം, ദൈവത്തിൻ്റെ ആത്മാവിനെ പൊക്കി താഴെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ കരം. പണ്ടും ഒരിക്കൽ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഗിഡ്നസ് പോലെ മയങ്ങി, ഇതിൻ്റെ പുറത്തും താഴെ വീണില്ല. കാലൊക്കെ ഒടിഞ്ഞു പോകേണ്ടതാണ്, തമ്പുരാൻ സൂക്ഷിച്ചു. അപ്പോൾ ഈ അന്ധകാര ശക്തികൾ നമ്മളെ പല വിധത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ ധൈര്യം, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ചിലപ്പോൾ സമയമായെങ്കിൽ ചിലപ്പോൾ അങ്ങനെ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാലും മരിച്ചു, അത് സംശയം. പക്ഷേ ദൈവത്തിൻ്റെ സമയമായില്ല. അപ്പോൾ ആ അനുഭവത്തിൽ ദൈവം സൂക്ഷിച്ചു. അപ്പോൾ ഇനി കുറച്ച് കാലം കൊണ്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ല, അതോടെ തീർന്ന സമയമായിരുന്നെങ്കിൽ ചിലപ്പോൾ തീർന്നേനെ. ദൈവം യേശുവിനെ വിട്ടുകൊടുത്തില്ലേ? യേശുവിനെ അവസാനം ലോകമനുഷ്യൻ്റെ വിട്ടുകൊടുത്ത പോലെ ചിലപ്പം ആക്സിഡൻറ്റിലോ കെട്ടിടത്തിലും വെളിയിൽ അങ്ങനെ വീണാലും പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒടുക്കം നന്നായിരിക്കണം. ഏതാ എങ്ങനെ മരിക്കുന്നു, എങ്ങനെ അടക്കുന്നു എന്നുള്ളതല്ല. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു അച്ചായൻ മരിച്ചപ്പം മക്കൾ പറഞ്ഞു, അയ്യോ എന്നാ അടക്കമായിരുന്നു ഞങ്ങൾ അപ്പച്ചൻ്റെ. സ്വർണ്ണക്കുരിശ്, വെള്ളിക്കുരിശ്, മറ്റേ പിച്ചളക്കുരിശ്, 13 അച്ഛന്മാർ, 20ഓളം കന്യാസ്ത്രീകളെ. പക്ഷേ അടുത്ത ദിവസം അച്ഛൻ പറഞ്ഞു, ഒപ്പീസ് ഇല്ലാഞ്ഞെന്ന് പറഞ്ഞു. കപ്പയാട് പറഞ്ഞു, ഇവൻ എത്ര ഒപ്പീസ് ചെയ്താലും ഗുണമൊന്നുമില്ല, കാരണം ഇവൻ ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ വിരോധിയായിരുന്നു. അത് ഓർത്തോണം. അപ്പം അടക്കമല്ല വിഷയം, ഒടുക്കം നന്നായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്കെതിരായി പ്രവർത്തിക്കുന്നവർ ക്ഷമിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കും. അതാണ് നമുക്കിവിടെ കണ്ടത്. ഏതാ അരിസോണയിൽ ആ മെമ്മോറിയൽ സർവീസിൽ കണ്ട ഏറ്റവും വലിയ വിഷയം. കത്തോലിക്കാ സഭയുടെ ചങ്ങനാശ്ശേരി ബിഷപ്പ് തോമസ് തറയിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഈ നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ സുവിശേഷ മഹായകവും ആ സുവിശേഷത്തിൽ പ്രഖ്യാപിച്ച യേശുക്രിസ്തുവിൻ്റെ വചനവും
ചാർലി കാർക്കിൻ്റെ ക്രിക്കിൻ്റെ ഭാര്യ എറീക്ക ക്രിക്കിൽ നിന്നാണ് വെളിപ്പെട്ടെന്ന് പറഞ്ഞു. എല്ലാവരും സുവിശേഷം പറഞ്ഞെങ്കിലും ഒരു പടി മേളിൽ എറീക്ക ക്രിക്കിൻ്റെ സുവിശേഷമാണ് അവിടെ കൂടുതൽ വെളിപ്പെട്ടത്. എന്തായിരുന്നു? തൻ്റെ ഭർത്താവിനെ കൊന്നതായ ഘാതകന് റോബിൻസന് അവൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചു കൊടുത്തു. ഫാദർ, യേശു പറഞ്ഞ പോലെ, ഫാദർ ഫോർഗീവ് ദം. അവർ ചെയ്യുന്നത് അറിയായാൽ അവരറിയുന്നില്ല. എന്നിട്ട് ട്രംപിനോട് ആ സഹോദരി പറഞ്ഞു, അതിനെ തൂക്കിക്കൊള്ളല്ലേ, അവനോട് പ്രാർത്ഥിക്കാം, അവൻ യഥാസ്ഥാനപ്പെടും എന്ന് പക്ഷപാതവും ചെയ്തു. നോക്കട്ടെ, യേശു ക്രൂശിൽ കിടന്ന് പക്ഷപാതം ചെയ്ത പോലെ എറീക്ക ക്രിക്ക് അവന് ക്ഷമിച്ചു കൊടുത്ത് അവൻ്റെ ജീവന് വേണ്ടി പക്ഷപാതം ചെയ്തു. അമേരിക്കയിൽ തന്നെ രണ്ടു പേര് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഈ സംഭവത്തോടു കൂടി ചില ആളുകൾ കൺഫസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം തൻ്റെ അപ്പനെ കാറിടിച്ച് കൊന്ന ഒരു മനുഷ്യനെ കൊല്ലാൻ തന്നെ പ്ലാനിട്ടുകൊണ്ടിരുന്ന ഒരുത്തൻ ഏറ്റുപറഞ്ഞു, എറീക്ക ക്രിക്കിൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിതത്തെയും മാറ്റിമറിച്ചു, ഞാൻ അവനോട് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെ 3-4 പേര് ഈ സാക്ഷ്യം കേട്ടിട്ട് എതിരാളിയെ ഉയർത്താൻ നടന്നവർ ക്ഷമിച്ചു കൊടുത്തു. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹം നോക്കണം, അതാണ് ക്രിസ്തു കാൽവരിയിൽ ആ സുവിശേഷം നോക്കി ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ ലോകത്തിലും തൻ്റെ ഭർത്താവിനെ ദൈവത്തിന് കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ദൈവസന്നിധിയിൽ ചേർന്നപ്പോൾ, തൻ്റെ സുവിശേഷം കൊണ്ട് മുഴുവൻ ലോകത്തെയും മാറ്റിമറിക്കാനിടയായി. ക്ഷമിച്ചു കൊടുത്തു. അപ്പം ക്ഷമിക്കുന്ന സ്നേഹം. രണ്ടാമത് എന്ത് ചെയ്യുന്നു? പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക, സാത്താനോട് എതിർത്ത് നിൽക്കുക. ക്രിക്ക് തൻ്റെ അവസാനം വരെയും ലോകത്തോടും പാപത്തോടും സാത്താനോട് എതിർത്ത് നിന്ന് തൻ്റെ ജീവിത കർത്താവിലേക്ക് മാറിപ്പോയി. ഇത് പറയുമ്പോഴാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക്, അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ സമുദായത്തിൽ ഓരോ വർഷം സൺഡേ സ്കൂൾ പഠിച്ചു കഴിയുമ്പോൾ പുസ്തകങ്ങളാണ് തരുന്നത്. ചെറിയ ചെറിയ നല്ല പുസ്തകങ്ങൾ തരും. അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരും വിശുദ്ധമതികളുമായ നല്ല സുവിശേഷ പ്രവർത്തകരും പുസ്തകങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് നമ്മളിവിടെയും ഞാൻ എല്ലാ സ്ഥലത്തും പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. സൺഡേ സ്കൂൾ ഒരു ഇതായിട്ട് എടുക്കണം. പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് വീട്ടിലെ പ്ലേറ്റൊക്കെ കിട്ടിയാൽ വലിയ അനുഗ്രഹമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ കാലം മാറി. അതുകൊണ്ട് നിങ്ങളുടെയും ഇതൊന്ന് മാറ്റി മറിക്കണം. ചില സഭകൾ ഇപ്പോഴും ഈ പ്ലേറ്റും സോസറും ഒക്കെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ആ കൾച്ചർ മാറ്റണം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക. ഞാൻ 35-40 വർഷം കൂടി ഇരിക്കുന്ന മുമ്പ് നിങ്ങളറിയാമല്ലോ, ഈ കുമളിൽ തന്നെയും വാർഷികം നടക്കുമ്പോഴേ അല്ലെങ്കിൽ തന്നെയും പരദേശി മോക്ഷയാത്ര എന്ന് പറഞ്ഞ പുസ്തകം, അങ്ങനെ കുറേ നല്ല പുസ്തകങ്ങൾ, സാധു സുന്ദർ സിംഗ് എല്ലാം വിതരണം. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്തേ അടിച്ചു കൊടുക്കുകയാണ്, സാമുവൽ മോറിസും മറ്റു പുസ്തകങ്ങളും. അങ്ങനെ നിങ്ങൾ വിശ്വാസികളും അയൽവക്കാർക്കൊരു പുസ്തകം വാങ്ങിച്ചുകൂടെ? മനസ്സിലാകുന്നത്? ബർത്ത്ഡേയിൽ അവർ കേക്ക് കൊടുക്കത്തില്ലേ? നിങ്ങൾ കേക്ക് കൊടുക്കണ്ട. നിങ്ങളെന്ത് ചെയ്തു? മെഴുകുതിരി ഊതി കെടുത്താൻ പോകണ്ട. അവരുടെ ഹൃദയത്തിൽ വെളിച്ചം കൊടുക്കേ. ഈ സാമുവൽ മോറിസ് മറ്റു പുസ്തകങ്ങൾ, ട്രാക്റ്റുകളെ ചുമ്മാ കൊടുക്കേ, ആർക്കെങ്കിലും പ്രയോജനപ്പെടും. അങ്ങനെ ഒരു നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേ. സൺഡേ സ്കൂളിൽ നിങ്ങൾ വാർഷികത്തിന് ചെയ്യുമ്പോൾ ഈ വോട്ട് പാത്രം കൊടുത്തിട്ട് കാലം കഴിഞ്ഞു, വൃത്തികേടെല്ലാം കാണിക്കാതെ നല്ല ബുക്കുകളൊക്കെ വായിച്ച്, നമ്മുടെ മദ്രാസിൽ അടയാളം എന്തുമാത്രം നല്ല ബുക്സുകൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ? പാസ്റ്റർ ടി. തോമസിൻ്റെ, ജോസഫിൻ്റെ ചരിത്രം, ദാനിയലിൻ്റെ ചരിത്രം എന്ന് വേണ്ട ഇഷ്ടംപോലെ നല്ല ബുക്കുകൾ. അത് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാം കാശ് വാങ്ങിച്ചിട്ട് സമ്പാദിച്ച് പിള്ളേരെ നശിപ്പിക്കാതെ. ഇപ്പോൾ എവിടെ പോകുന്നു പിള്ളേരെല്ലാം? തലയിരിഞ്ഞ് പോകുമല്ലേ? എല്ലാം ഇങ്ങനെ പിശുക്കി ദൈവത്തിന് കൊടുക്കത്തില്ല, വേലയ്ക്ക് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ സുവിശേഷത്തിനും അറിയിക്കത്തില്ല. ഇങ്ങനെ ഞെരുക്കി ഉണ്ടാക്കി വരും. പിള്ളേർ വളരുമ്പോഴെല്ലാം ദുർമാർഗങ്ങളായി പോകും. അതുകൊണ്ട് നിങ്ങളുടെ സുവിശേഷത്തിന് വേണ്ടി ചിലവഴിക്കേ. 10 ട്രാക്റ്റ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 10 പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, ബൈബിൾ വാങ്ങിച്ചു കൊടുക്കേ. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ദേശത്തിൽ സുവിശേഷം പ്രവർത്തിക്കുന്നത്. ഇനി എങ്ങനെ നിങ്ങൾ ഈ വൃത്തികേട് കാണിക്കാതെ, ഏതാ സൺഡേ സ്കൂൾ വാർഷികം കഴിയുമ്പോൾ വോട്ട് മാത്രം വാങ്ങിച്ചു കൊടുക്കുക. അത് വേണമെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുള്ളത് കൊടുത്തു അതിൻ്റെ കൂടെ. ഇപ്പം നമ്മളിവിടെ ചിലപ്പോൾ ചില ഇത് കൊടുക്കത്തില്ലേ, അതിൻ്റെ കൂടെ ആയിരിക്കണം. പക്ഷേ മെയിൻ ഡിഷ് നല്ല ബുക്കുകൾ. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ സൺഡേ സ്കൂൾ പഠിക്കുമ്പം എല്ലാ വർഷവും പുസ്തകം കിട്ടും. ഞാനിതിവിടെ വായിക്കും. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും തന്നെ വായനാശീലമുള്ളവരാണ്. പണ്ട് നോവലും മാസികം വായിച്ച കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇതും വായിക്കും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം നിർത്തി. അങ്ങനെ വായിച്ച കൂട്ടത്തിൽ ഫാദർ ഡാമിയന്, പലരുടെയും, ഇഗ്നേഷ്യസ് ലയോള, ഫ്രാൻസിസ് അസീസി, മാർട്ടിൻ ലൂതർ, ഇങ്ങനെയുള്ള ചെറിയ ബുക്സുകളൊക്കെ നമ്മൾ കിട്ടാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ D.L. മൂഡിയുടെ അതൊക്കെ പിന്നീട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു മരിയ ഗുരേത്തി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ പുസ്തകം കിട്ടി. അതായത് 1892 ജനിച്ചത് ഇറ്റലിയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച മരിയ ഗുരേത്തി. അവർ സാമ്പത്തിക ക്ലേശം പോലും അവിടുന്ന് വിട്ട് വേറൊരു ഗ്രാമത്തിൽ പോയി താമസിച്ചു. ഒരു വീടിൻ്റെ 2 വശം, ഇപ്പോൾ തമിഴ്നാടൊക്കെ കാണും, ഒരു വീടിൻ്റെ ഇപ്പുറം അപ്പുറയും ഈ ലയത്തിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു വീടിൻ്റെ അപ്പുറം ഇപ്പുറം താമസിച്ച 2 കുടുംബങ്ങളാണ്.
അതിൽ ഒരു പയ്യൻ ഇച്ചിരി ദുർമാർഗിയും ഒരു കഠിനമായൊരു പയ്യനായിരുന്നു. അലക്സാണ്ടർ എന്നവൻ്റെ പേര്. ഈ മരിയ കുരേച്ചി 6 മക്കളിൽ 6ആം തോന്നുന്ന മൂത്തോളം ഉണ്ടായിരുന്നു. അവൾക്ക് 9 വയസ്സുണ്ട്. മൂത്തെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 4ാമത്തെ 5ാമത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവള് അപ്പൻ മരിച്ചതോടുകൂടി ഇവളുടെ വിദ്യാഭ്യാസം നിർത്തി. കാരണം കൃഷി ഭൂമിയിലേക്ക് ഇറങ്ങി ജോലി ചെയ്യേണ്ടി വന്നു. അമ്മയായിട്ട് പോയി ജോലി, അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ താഴെയുള്ളവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല സുന്ദരിയായൊരു പെണ്ണ്, ദൈവിക ചൈതന്യം തുളുമ്പുന്ന ഒരു പെണ്ണായിരുന്നു. അപ്പോൾ ഈ അലക്സാണ്ടർ എന്ന് പറയുന്നതായ പ്രാകൃതൻ ഇവളെ നോട്ടമിട്ടു. പല പ്രാവശ്യം അവളുടെ അടുത്ത് പാപം ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൾ സ്നേഹത്തോടെ പറഞ്ഞു, നീയും ഞാനും നരകത്തിൽ പോകും, പാപം ചെയ്താൽ നരകത്തിൽ പോകും, അതുകൊണ്ട് നീ ഒരിക്കലും അത് ആഗ്രഹിക്കരുത്, ഞാൻ അനുവദിക്കത്തുമില്ല. പല പ്രാവശ്യം ആയപ്പോൾ അവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ദിവസം വൈരാഗ്യത്തോടെ ഒരു കത്തി കാണിച്ചവളെ ഭയപ്പെടുത്തി. അവൾ പറഞ്ഞില്ല, നീ എന്നെ കൊന്നാലും എനിക്ക് വിഷയമില്ല, ഞാൻ സ്വർഗത്തിൽ പോകും, പക്ഷേ നീ നരകത്തിലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അവൻ ഈ കുട്ടിയെ 12 വയസ്സുള്ളതായ മരിയ കുരേത്തിയെ 10-11 കുത്ത് അവളുടെ ആ ദേഷ്യമുള്ള തീരത്തെ കൊണ്ട് നെഞ്ചത്ത് കുത്തി. അവൾ ബോധമില്ലാതെ ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്ന് കണ്ണു തുറന്നുകൊണ്ട് അവൾ ആദ്യം അന്വേഷിച്ചത്, അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുക, നിങ്ങളാരും അലക്സാണ്ടറിനെ ശിക്ഷിക്കരുത്, അവനെ ദൈവം സ്നേഹിക്കുന്നു, വരും കാലത്തിൽ അവൻ നല്ല കുട്ടിയായി മാറും. പക്ഷേ ഗവൺമെൻറ് നിയമം അനുസരിച്ച് അവനെ പിടിച്ച് ജയിലിലിട്ടു. 30 വർഷത്തേക്ക് ശിക്ഷിച്ചു. ജയിലിൽ കിടക്കുന്ന സമയത്ത് അവനിങ്ങനെ സാക്ഷി പറയുന്നത്, പലരും വന്ന് നല്ല കാര്യം പറഞ്ഞെങ്കിലും ഒരു ദിവസം സ്വപ്നത്തിൽ ഈ മരിയ സ്വപ്നത്തിൽ വന്നവരോട് പറഞ്ഞു, അലക്സാണ്ടർ, ഞാൻ അന്നേ നിന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലേ, നീ ഇനി ആ കുറ്റബോധത്തോടെ കിടക്കണ്ട, നീ നല്ലവനായി ജീവിക്കാൻ പറഞ്ഞു. പിന്നെ ആ ജയിൽ വാർഡറും നല്ലൊരു ഭക്തയായ വിശ്വാസിയായതുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ ചില ദിവസങ്ങൾക്കുള്ള മാനസാന്തരപ്പെട്ടു, നല്ലൊരു ദൈവവേദനായി തീർന്നു. അതിനുശേഷം പെട്ടെന്ന് അവൻ്റെ ശിക്ഷ ഇളവ് കൊടുത്തു. അവൻ വെളിയിൽ വന്ന് ഒരു സന്യാസി സമൂഹത്തിലെ ഒരു പ്രേക്ഷിത വേലക്കാരനായി, ഒരു മിഷണറിയായി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. നോക്കണം, അപ്പോൾ പ്രതികാരമില്ലാതെ ക്ഷമിക്കുന്ന ക്രിസ്തു കാണിച്ചെന്ന മാതൃക ഓരോ നൂറ്റാണ്ടിലും നമുക്കറിയാം. ഇന്ത്യയിൽ തന്നെ 1999 ഗ്രഹാം സ്റ്റൈൽസിൽ മക്കളും ചുറ്റു വന്നപ്പോൾ തൻ്റെ ഭാര്യ അവരോട് ക്ഷമിച്ചു കൊടുത്തപ്പോൾ കണ്ടു, ഞാനോട് ക്ഷമിക്കുന്നു. റാണി മരിയ എന്ന് പറയുന്ന നാഗ്പൂരിലെ കൊന്നു കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു. പകരം അവൻ്റെ അമ്മയും സഹോദരിയും അവരോട് ക്ഷമിച്ചത് മാത്രമല്ല, ആ സഹോദരനായ കൈക്കൊണ്ട് തൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ഇപ്പോൾ അയാൾ സുവിശേഷകരാണ്. നോക്കണം, ഇതാണ് ക്രിസ്തു മാർഗം. ഈ ക്രിസ്തുവിനെ നിങ്ങൾ ഒഴിവാക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ രാജ്യം, കുടുംബം, ജീവിതം നഷ്ടമായിക്കൊണ്ടിരുന്നത്. യേശുവല്ലാതെ മറ്റാരാ പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കണം? ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം വായിച്ചു നോക്കുക, മത്തായിയുടെ സുവിശേഷം 5, 6, 7. ആ കാര്യത്തിൽ ഒന്ന് ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ തീരുമാനിക്കുക. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം. ഈ മരിയ കുരേത്തി താൻ തൻ്റെ മരണം പോലും പാപത്തിനോട് പോരാടി മരിച്ചു. പക്ഷേ പിന്നീട് പിയൂസ് മാർപ്പാപ്പ വന്നപ്പോൾ അവരുടെ ക്രമമനുസരിച്ച് അവളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ വിശുദ്ധിയാണല്ലോ. ആരും പ്രഖ്യാപിച്ചില്ലെങ്കിലും അവൾ വിശുദ്ധിയായ ദൈവത്തിൽ കാണപ്പെടുകയാണ്. ആകയാൽ നാമും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. പാപത്തോട് പോരാടുന്നതിൽ ഒരു വൈരാഗ്യം നമുക്കിരിക്കട്ടെ. അതുപോലെ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾക്ക് നാം ക്ഷമിച്ചു കൊടുക്കാൻ ഈ പറഞ്ഞ മരിയ കുരേത്തിയും അല്ലെങ്കിൽ അരിസോണയിലെ എറീക്ക ക്രിക്കും ഈ പറഞ്ഞ ഗ്രഹാം സ്റ്റൈൽസിൻ്റെ വൈഫും അതുപോലെ റാണി മരിയായും ഇങ്ങനെ അനേകർ സ്തേഫാനോസും സകലരും നമുക്ക് മാതൃകയായി നമുക്ക് മുമ്പോട്ട് പോകാം. വേഗം വരുന്ന യേശുവിൻ്റെ വരവിന് മുമ്പായി ഒരു കൂട്ടം ആത്മാക്കളെ കൂടെ നേടി സ്വർഗത്തിലേക്ക് പോകാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു പോരാട്ടം നമുക്കുണ്ടാകട്ടെ. പാപത്തോട് പോരാടുന്നതിൽ, പിശാചിനോട് പോരാടുന്നതിൽ, ജഡത്തോട് പോരാടുന്നതിൽ നമുക്ക് പിൻപന്തിയിൽ പോകേണ്ട, ശക്തിയോട് മുൻപോട്ട് പോകാം. പാട്ടുകാരൻ പാടുന്ന പോലെ, പോരാടുന്നു ഞാൻ ധൈര്യമാ വിശ്വാസം കാത്തുകൊണ്ട്, പോരാടുന്നു ഞാൻ ധൈര്യമാ വിശ്വാസം കാത്തുകൊണ്ട്, ജീവനിൽ വാഴുവാൻ ഞാൻ നിന്നിടുമേ നിന്റെ മുൻപിൽ, ജീവനിൽ വാഴുവാൻ ഞാൻ നിന്നിടുമേ വിശുദ്ധരോട് തന്നെ, പോരാടുന്നു ഞാൻ ധൈര്യമാ വിശ്വാസം കാത്തുകൊണ്ട്, പോരാടുന്നു ഞാൻ ധൈര്യമാ വിശ്വാസം കാത്തുകൊണ്ട്,
ജീവനിൽ വാഴുവാൻ ഞാൻ നിന്നിടുമേ നിന്റെ മുൻപിൽ ജീവനിൽ വാഴുവാൻ ഞാൻ നിന്നിടുമേ വിശുദ്ധരോട് തന്നെ എന്റെ ശൈലവും കോട്ടയും നീയല്ലോ എന്റെ രക്ഷകനും ദൈവവും നീയല്ലോ എന്റെ ശൈലവും കോട്ടയും നീയല്ലോ എന്റെ രക്ഷകനും ദൈവവും നീയല്ലോ ഞാൻ ശരണമാകും പാറയും നീയല്ലോ എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ ഞാൻ ശരണമാകും പാറയും നീയല്ലോ എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ ഞാൻ ശരണമാകും പാറയും നീയല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിനോടുത്ത് സ്തോത്രം ചെയ്യാം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി ജീവിപ്പാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥിക്കുക.